ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന സൗജന്യ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ തിങ്കളാഴ്ചകളിലും ഡോക്ടർ യൂനുസാറിന്റെ ഒരു സൗജന്യ സെഷൻ നമ്മൾ നടത്തി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ തിങ്കളാഴ്ചയും നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. ഓരോ ആഴ്ചകളിലും വളരെ സവിശേഷമായ വിശേഷപ്പെട്ട സബ്ജക്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അലേർട്ട്നെസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് നമ്മുടെ വെബിനാർ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വെബിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട യൂനുസ് സാർ, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഡോക്ടറാണ്, സൈക്കോളജിസ്റ്റ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ട്രെയിനിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നടത്തി വരികയാണ്. വിംബിൾ അക്കാദമിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും അതേപോലെ തന്നെ സൗജന്യ വെബിനാറുകളും കൗൺസിലിങ്ങുകളും ഒക്കെ സാറ് നടത്തി വരുന്നു. എറണാകുളത്ത് മെറ്റേറ എന്നുള്ള ഒരു ക്ലിനിക്ക് സാറ് നടത്തി വരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ യൂനുസ് സാറിനെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഹലോ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ആളുകൾ വീഡിയോ ഓൺ ചെയ്യാൻ നോക്കണം കേട്ടോ. നമുക്ക് ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കണമെങ്കിൽ ശരിക്കും വീഡിയോ ചെയ്തിട്ട് തന്നെ നമ്മൾ ഓൺ ചെയ്തിട്ട് തന്നെ ഇരിക്കണം, എന്നാലേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടതെന്ന് തോന്നുമ്പോഴേ നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ആയിട്ട് നമ്മൾ ഇതിലോട്ട് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. വേറെ ഡിസ്ട്രാക്ഷനിലോട്ടൊന്നും നമ്മൾ ഓട്ടോമാറ്റിക്കലി പോവില്ല. അപ്പോൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഒന്ന് പറ്റുന്നവർ മാക്സിമം വീഡിയോ ഓപ്പൺ ചെയ്തിട്ടിരിക്കുക. ഓക്കെ, ആർക്കും പറ്റില്ലേ? യെസ്, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ? അപ്പോൾ ഈ കോൺഷ്യസ്നെസ് ഫസ്റ്റ് ഡേ നമ്മൾ കോൺഷ്യസ്നെസ് എന്താണെന്നുള്ളൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ നമ്മൾ തന്നു. രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് നമ്മൾ അവെയർനെസ്, പ്രത്യേകിച്ച് ത്രൂ ദ നാച്ചുറൽ അവെയർനെസ്സസ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന വേറൊരു ടോപ്പിക്കാണ് അലേർട്ട്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കാര്യമായിട്ട് കുറച്ച് ഒരു പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുടെ അറിയിക്കണം എന്നുണ്ട്. ഒന്ന്, ഈ ക്ലാസ്സിന് വന്നിരിക്കുന്ന ഓരോ ആളുകളുടെ മൈൻഡ് സെറ്റും നിർബന്ധമായിട്ടും സെൽഫിനെ ആലോചിച്ചിട്ടായിരിക്കണം. സെൽഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സെൽഫ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഒരിക്കലും നമ്മൾ പല പ്രൊഫഷണലിൽ ചെയ്യുന്ന ആളുകളായിരിക്കാം, പ്രത്യേകിച്ച് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെ പല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കാം അവർ. പക്ഷേ നിർബന്ധമായിട്ടും സ്വാഭാവികമായിട്ടും ആ ഒരു പ്രൊഫഷനിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റുള്ള ആളുകൾക്ക് അഡ്വൈസസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ നമുക്കൊരു സൈഡിൽ വേണം. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്കും കൂടെ വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം. ഇവിടെ നമ്മൾ അവയർനെസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അവെയർഡ് ആവേണ്ടത്? ഇവിടെ അവയർനെസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം പറയുന്ന സമയത്ത് എനിക്ക് എന്തുകൊണ്ടാണ് അവയർനെസ് ഇല്ലാത്തത്,
ഈ രീതിയിലേക്കാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അവയർനെസ് ഇല്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് എന്താ അവയർനെസ് ഇല്ലാത്തത് എന്ന് ചിന്തിക്കാനല്ല നമ്മൾ പോകേണ്ടത്. നമുക്ക് എന്തുകൊണ്ടില്ല, നമുക്ക് എന്തുകൊണ്ടുണ്ട്. അപ്പൊ ഇതിലോട്ടായിരിക്കണം നമ്മുടെ ഫോക്കസ്. അപ്പൊ അത് നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. നമ്മളുടെ ലൈഫിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻസ് എല്ലാവർക്കും അത് ആവശ്യമുണ്ട്. പല രീതികളിലായിട്ട് പല ആളുകൾക്കും നമുക്ക് ഒരു ചേഞ്ച് വേണം, ഒരു കറക്ഷൻസ് വേണം, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കറക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളിലൂടെയാണ് ഈ ക്ലാസ് കേൾക്കേണ്ടത്. സെൽഫിലൂടെയാണ് എല്ലാവരും ഈ ക്ലാസ് കേൾക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് സംശയങ്ങളും വരുള്ളൂ. സംശയങ്ങളൊക്കെ ഉണ്ടാവണം. നിങ്ങൾ ഡൗട്ട്സുകൾ ചോദിക്കണം. അത് കാരണം നിങ്ങൾ ഡൗട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വളർച്ച ഉണ്ടാവില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലേ എനിക്ക് വളരാൻ പറ്റുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞു പോകുന്ന ഒരാളാക്കിയിട്ട് എന്നെ മാറ്റരുത്. സംശയങ്ങൾ ചോദിക്കണം. അപ്പോൾ അറിയാൻ പറ്റുന്നതൊക്കെ നമ്മൾ സംസാരിക്കും. അറിയാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ പിന്നീട് സംസാരിക്കും. അപ്പോൾ ഇതൊന്നും നിർബന്ധമായിട്ടും സംശയങ്ങളൊക്കെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാനുണ്ടായിരിക്കണം. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ നിങ്ങളിലൂടെ ക്ലാസ് കേൾക്കാനുള്ള ശ്രമം കൊണ്ടുവരണം. ഓക്കെ, ഫൈൻ. സോ അലേർട്ട്നെസ് നമുക്കറിയാലോ. അലേർട്ട്നെസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഓഫ് വേക്ക്ഫുൾനെസ് ആണ്. നമ്മൾ ഒരു അറ്റൻഷനിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എത്രത്തോളം നമുക്ക് അറ്റൻഷനിൽ നിൽക്കാൻ പറ്റും, എത്രത്തോളം നമുക്ക് ഒരു റെഡിനെസ് ടു റെസ്പോണ്ട്, കോൺഷ്യസ്നെസ്. ശരിക്കും അലേർട്ട്നെസ്സിന് നമുക്ക് കുറച്ചുകൂടി വേറൊരു വേർഡ് യൂസ് ചെയ്യാം. അത് ഹൈ ഓഫ് കോൺഷ്യസ്നെസ്. നമ്മൾ കോൺഷ്യസ് ആയിരിക്കുന്നതിൻ്റെ ലെവൽ കുറച്ചുകൂടെ കൂടുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? അലേർട്ട്നെസ് ആയിട്ട് കണക്കാക്കാം. അവയർനെസ്സിന്റെ ഒരു പടി മേലെ ആണ് നമുക്ക് അലേർട്ട്നെസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അവയർനെസ്സിനെ പറ്റി നമ്മൾ ഓൾറെഡി 2 ദിവസമായിട്ട് പല കാര്യം 2 സെഷനിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും അലേർട്ട്നെസ് ആണ്. കുറച്ചുകൂടെ ഒരു ലെവൽ കൂടിയത് സ്റ്റേറ്റ് ഓഫ് വേക്ക്ഫുൾനെസ്, അറ്റൻഷൻ, റെഡിനെസ് ടു റെസ്പോണ്ട്. ഇങ്ങനെ പറയുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? അലേർട്ട്നെസ് എന്ന് പറയുന്നത്. ശരിക്കും അത് 3 ഭാഗങ്ങളിലാണ് നമുക്ക് പറയേണ്ടത്. ഒന്ന് മെഡിക്കലി നമ്മൾ പറയണം. എന്താണ് അലേർട്ട് ആവുക? എങ്ങനെയാണ് ഫിസിക്കലി അലേർട്ട് ആവുന്നത്, മെന്റലി അലേർട്ട് ആവുന്നത്, സ്പിരിച്വലി അലേർട്ട് ആവുന്നത്? അപ്പോൾ നമുക്ക് അലേർട്ട് ആവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ബോധ്യത്തിലിരിക്കുക എന്നുള്ളതാണ്. ശരിക്കും മലയാളത്തിൽ നമുക്ക് ആ ഒരു വാക്ക് പറയുമ്പോൾ കോൺഷ്യസ്നെസ് ബോധ്യമാണ്, അവയർനെസ് എന്ന് പറയുന്നത് ബോധ്യമാണ്. ഇങ്ങനെ എല്ലാത്തിനും ബോധ്യം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഡിഫറെൻ്റ് ആണ്. അതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. അപ്പൊ അതിൽ നമുക്ക് അവെയർ ആവുക എന്ന് പറയുന്നതിന്റെ കുറച്ചുകൂടെ മേലെ ആയിരിക്കും അലേർട്ട്നെസ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചും കൂടെ ഒരു അറ്റൻഷൻ രീതിയിലായിരിക്കും ഉണ്ടാവുക നമ്മൾ ഈ അലേർട്ട്നെസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളിലൊക്കെ ഈ അലേർട്ട്നെസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മളൊക്കെ അലേർട്ട് ആണോ? നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ അലേർട്ട് ആണോ? നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും നല്ലൊരു ഗുഡ് ലിസണർ ആയിട്ട് ഇരിക്കാറുണ്ടോ? ആരെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നത് ഒരു ഗുഡ് ലിസണർ ആയിട്ടുണ്ട്. കംപ്ലീറ്റ് നമ്മൾ കേൾക്കാറുണ്ടോ? നമുക്ക് ആ വാക്കുകൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആവാൻ പറ്റാറുണ്ടോ? നമ്മൾ ആരുടെയെങ്കിലും സംസാരിക്കുമ്പോൾ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റിനെ നമുക്ക് വിട്ട് നമ്മൾ മറന്നുപോയി കാട് കയറി സംസാരിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കൃത്യമായിട്ട് സംസാരിക്കാറുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ഫോക്കസ് ചെയ്യുക, ഒരു ഗോൾ ഫോക്കസ് ചെയ്യുന്നു. ആ ഗോൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും അടുത്ത ഡിസ്ട്രാക്ഷൻസ് വന്ന് ആ ഗോൾ മാറ്റുന്നു. ഇടയ്ക്കിടയ്ക്ക് ഗോൾ മാറ്റി 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 ഓരോരോ ഗോളുകൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലായി ഈ ഗോൾ നമുക്ക് ശരിയാവില്ല, അപ്പോൾ അടുത്ത ഗോൾ. അത് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇത് ശരിയാവില്ല, അടുത്തത്. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ മാറ്റാറുണ്ടോ? നമുക്കൊരു ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാറുണ്ടോ? അല്ലെങ്കിൽ ഒരു നോർമലി നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ട് അത് നടത്തിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ എലമെന്റുകളും ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കി. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അത് ചെയ്യാൻ പറ്റില്ല. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എക്സിക്യൂഷൻസ് ഒക്കെ നമുക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഈ എക്സിക്യൂഷൻസ് അതുപോലത്തെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ വെച്ചാൽ നമ്മുടെ ഒരു അലേർട്ട്നെസ് നമുക്ക് കുറവാണ്. നമ്മുടെ അറ്റൻഷൻ നമുക്ക് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിനനുസരിച്ചുള്ള റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഒക്കെ നമുക്ക് കുറവാണ്. അപ്പൊ അത് ബേസിക്കലി നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത് മെഡിക്കലി ആയിട്ടാണ്, ഫിസിക്കൽ സ്റ്റേറ്റിലാണ്. കാരണം ഫിസിക്കൽ സ്റ്റേറ്റിൽ പറയുന്ന സമയത്ത് എന്താ വെച്ചാൽ ബ്രെയിനുമായിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്. ബ്രെയിനിൽ ശരിക്കും 3 ഭാഗങ്ങളായിട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, ബ്രെയിൻ ഏരിയനെ RAS എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്, റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. RAS. ശരിക്കും ഈ RAS എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റമ്മിലാണ്. നമ്മൾ ബ്രെയിനിന്റെ ഒരു ഷേപ്പും ബ്രെയിനിന്റെ സ്റ്റെമ്മും ഒക്കെ കണ്ട ആളുകൾക്ക് മനസ്സിലാവും. ബ്രെയിനിന് അങ്ങനെ ഒരു ചെറിയൊരു സംഭവം, ഒരു ടെയിൽ എൻഡ് ഉണ്ട് ബ്രെയിനിന്റെ ഒരു ഭാഗത്ത്, ചെറിയൊരു ടെയിൽ പോലത്തെ ഒരു സംഭവം.
അപ്പോൾ ഒരു ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ബ്രെയിൻ സ്റ്റെമ്മിൽ ശരിക്കും നമ്മുടെ ആക്റ്റീവ് ആക്കുകയും അവെയ്ക്ക് ആക്കുകയും നമ്മൾ സ്വിച്ച് ഇട്ട പോലെ ഓൺ ആക്കുക എന്ന് പറയുന്ന ആക്ട് ലൈക്ക് എ സ്വിച്ച് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ശരിക്കും ഈ RAS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അലേർട്ട് ആക്കുന്നതിൽ RAS എന്ന് പറയുന്ന സിസ്റ്റത്തിന് ഭയങ്കര കാര്യമുണ്ട്. അപ്പോൾ RAS നമ്മൾ എത്രത്തോളം ആക്റ്റീവേറ്റ് ആണ് എന്നുള്ളത് അത് RAS ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ബ്രെയിനിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളെ അറ്റൻഷനും നമ്മളെ awake ആക്കിയിരിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് RAS എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. ബ്രെയിനിന്റെ ഏകദേശം നമ്മൾ ഫ്രണ്ട് ഭാഗത്തുണ്ടാകുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. അറ്റൻഷനെ കൺട്രോൾ ചെയ്യുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. ഫോക്കസ് ഉണ്ടാക്കുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാക്കി തരുന്നത്, തീരുമാനങ്ങൾ മാനേജ് ചെയ്യുന്നത്, നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, ഒരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് ഈവൻ നോക്കിയിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളും നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കി ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെല്ലാം ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. ഒരേ സമയം നമ്മൾ ഒരാളെ നോക്കുന്നുണ്ട്, അയാൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, അയാൾ പറയുന്നതിന് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഈ പറയുന്ന സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ബ്രെയിനിലെ ഭാഗമാണ് ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം തലാമസ്. ഹൈപ്പർ തലാമസ് ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. ഈ തലാമസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇത് ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ ഇത് സെൻസറി ഇൻഫോർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ സറൗണ്ടിങ്സിനെ അവെയർ ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ തലാമസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മളിപ്പോൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സംസാരിക്കുന്നതിന്റെ നമ്മുടെ ചുറ്റുപാടിനെ കൃത്യമായിട്ട് രീതിയിൽ അവെയർ ആക്കി തരുന്ന ആളാരാണ്? തലാമസ് ആണ്. അപ്പൊ ഈ അവെയർനെസ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ആളോ, ഈ ചുറ്റുപാട് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അലേർട്ട് അല്ലല്ലോ. നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ ചില വീഡിയോസ് ഒക്കെ ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഈ ഫുട്ബോൾ അതുപോലെ തന്നെ എന്തെങ്കിലും പെട്ടെന്ന് വീഴാൻ പോകുന്ന സമയത്ത് പിടിക്കുന്നത് ചില കുട്ടികളൊക്കെ പെട്ടെന്ന് റോഡിലോട്ട് ഓടുമ്പോഴേക്കും വേഗം ആളുകൾ പിടിക്കുന്നത്, അതുപോലെ തന്നെ വീഴാൻ പോകുമ്പോഴേക്കിന് ആക്സിഡന്റിലായിരിക്കും ഭയങ്കര ഹൈപ്പർ റെസ്പോൺസീവ് ആയിട്ട് ചില ആളുകൾ അതിനെ രക്ഷിക്കുന്ന ചില വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എത്രത്തോളം ബ്രെയിൻ അവരുടെ അലേർട്ട് ആണ് എന്നുള്ളതാണ് അവർ കാണിക്കുന്നത്. നമ്മൾ റിഫ്ലക്സ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ റിഫ്ലക്സ് ആക്ഷൻസിലൊക്കെ നമ്മൾ പറയുന്നത് വെച്ചാൽ, റിഫ്ലക്സ് എന്ന് പറയുന്നത് ശരിക്കൊരു ഒരു കാര്യം നമുക്ക് ശരീരത്തിന് ശീലിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അത് റിഫ്ലക്സ് ആയിട്ട് മാറുന്നുണ്ട്. പക്ഷെ അലേർട്ട് ആവുന്ന സമയത്ത് നമുക്ക് ഏത് പോയിന്റിലും നമുക്ക് ഏത് സിറ്റുവേഷനിലും നമ്മൾ എന്താണ് അത് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ റിഫ്ലക്സസ് നമ്മുടെ ശരീരത്തിനുണ്ട്. നാച്ചുറൽ റിഫ്ലക്സ് ഉണ്ടായി എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്തായിരുന്നില്ല, അലേർട്ട് ആവുന്നില്ല. അലേർട്ട് ആവണമെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ റിഫ്ലക്സുകൾ നമുക്ക് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും വളരെ അലേർട്ടായിട്ട് അവെയർ ആക്കിക്കൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക. നമ്മൾ ഒരാളെ കേൾക്കുന്നിടത്തോ സംസാരിക്കുന്നിടത്തോ നമ്മൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലിയിലായിക്കോട്ടെ, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, കേൾക്കാൻ പറ്റുക, കാണാൻ പറ്റുക, അതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. ഇതെല്ലാം നമ്മുടെ റിലേറ്റ് ചെയ്യുന്നത് ഈ അലേർട്ട്നെസ് ആണ്. നല്ല രീതിയിൽ അലേർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആളുകൾക്കാണെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും, അതനുസരിച്ച് ഉൾക്കൊള്ളാൻ പറ്റും, അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്ക് ഒരു ബ്രെയിൻ ഏരിയയിൽ കാര്യമായിട്ട് അലേർട്ട്നെസ്. RAS ഉണ്ട്, പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ട്, തലാമസ് ഉണ്ട്. ഇനി അതേപോലെ തന്നെയാണ് ബ്രെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ, അതൊന്നും ഡീറ്റെയിൽ ചെയ്യുന്നില്ല. അതായത് നമുക്ക് എപ്പിനെഫ്രിൻ, അതേപോലെ നോർ അഡ്രിനാലിൻ എന്നൊക്കെ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ല വിജിലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, നല്ല ഫോക്കസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഹോർമോൺസിൽ പെടുന്ന കുറച്ച്, പ്രത്യേകിച്ച് നോർ അഡ്രിനാലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് ഡോപ്പമിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസറ്റിൽ കോളൈൻ, കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺ ആണ്. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് കൂടുതൽ അലേർട്ട് ആവാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഒരു ഒപ്റ്റിമൽ ലെവൽ, ഒരു മോഡറേറ്റ് ലെവൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് പറയാം. അത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമായിട്ട് പറയാം. മൂന്നാമത്തത് ബോഡി സിസ്റ്റംസ് ആണ്. സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ റെസ്പോൺസ്, നമ്മൾ ഡേഞ്ചറിൽ വരുന്ന സമയത്ത് എന്താണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ റിഫ്ലക്സസ് പറഞ്ഞു, ഈ റിഫ്ലക്സസ് എല്ലാം ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറയും, ഓട്ടോണമസ്. അപ്പോൾ ഈ ANSന്റെ ഭാഗമായിട്ട്, നമ്മൾ നെർവസ് സിസ്റ്റത്തിന്റെ ANSന്റെ ഭാഗമായിട്ട് നമ്മൾ ശരീരത്തിന് ഇപ്പൊ പാമ്പ് ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് അങ്ങ്
എന്താണ് ഹൈറ്റ് ആവും, നമ്മൾ പെട്ടെന്ന് പേടിക്കും, പെട്ടെന്ന് ഫിയർ എലമെന്റ് വരും. അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് അതിനെ കൂളാക്കി കൊണ്ടുവരികയും ചെയ്യും. കാരണം നമ്മുടെ ശരീരം തന്നെ രണ്ട് രീതിയിലും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് രീതിയിലേക്ക് ഒരേപോലെ തന്നെ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും വരും, സിമ്പത്തറ്റിക്കും വരും. രണ്ടും ഒന്ന് പെട്ടെന്ന് നമ്മളെ ഇൻക്രീസ് ചെയ്ത് നമ്മൾ അഡ്രിനാലിനൊക്കെ ഒന്ന് കൂട്ടി സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ കൂട്ടി പെട്ടെന്ന് നമ്മൾ ഒരു ഹൈറ്റിലോട്ട് പോവുകയും ചെയ്യും. അതേപോലെ തന്നെ അതിനൊക്കെ റെഡ്യൂസ് ചെയ്ത് കൂളാക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനൊരു അലേർട്ട്, നാച്ചുറൽ അലേർട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ശരിക്കും ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്, സൈക്കാഡിയൻ റിതം എന്ന് പറയാം. അപ്പൊ അതിലെന്താ കാര്യമായിട്ട് നടക്കുന്നത്? ഡേ ടൈമിൽ നമുക്ക് നല്ല അലേർട്ട് ആയിരിക്കും, രാത്രിയുള്ള സമയങ്ങളിൽ നമ്മളൊന്ന് ഒരു ഉറക്കം തൂങ്ങുന്ന പോലത്തെ ഒരു സ്വഭാവങ്ങളിലേക്ക് വരും. ഇത് ബോഡി സിസ്റ്റമാണ്, നമ്മുടെ ശരീരത്തിന്റെ സിസ്റ്റം നോർമലി നമ്മൾ അലേർട്ട് ആവുന്ന സിസ്റ്റങ്ങളാണ്. അപ്പൊ നോർമലി അലേർട്ട് ആവുന്ന ഒന്നാണ് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ റിഫ്ലക്സുകൾ. നമ്മൾ ഒരു എന്താ പറയുക, പൂച്ചയൊക്കെ പോലെ, പൂച്ച ഭയങ്കര റിഫ്ലക്സ് ഉള്ള ഭയങ്കര സെൻസിറ്റീവായ ഭയങ്കര റിഫ്ലക്സ് ഉള്ള ഒരു ആനിമലാണ്. ഇതേപോലെ നമുക്കും ചില റിഫ്ലക്സസ് ഉണ്ട്. പക്ഷേ ഈ റിഫ്ലക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ അലേർട്ട്നെസ് ആണ്. ആ റിഫ്ലെക്സ് മാത്രം പോരാ നമുക്ക് എല്ലാ വിഷയത്തിലും അലേർട്ട് ആയിട്ട് ഇരിക്കാനുള്ള കഴിവുകളുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, നമ്മുടെ ബ്രെയിനിന്റെ പല ഭാഗങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ഒപ്റ്റിമൽ ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് രീതിയിൽ നമുക്ക് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല അലേർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റും. കാരണം നമ്മൾ മൈൻഡിനെ പറ്റി മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല. മൈൻഡിന്റെ അലേർട്ട്നെസ് ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഫിസിക്കലി നമ്മൾ ബ്രെയിനിനും കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിനിന്റെ ക്വാളിറ്റീസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെന്തൊക്കെ ചെയ്യണം എന്നും കൂടെ നമ്മൾ അറിയുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അലേർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. കാരണം മൈൻഡ് എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ശരിക്കും ഒരു അൺസീൻ വേൾഡ് ആണ്. നമുക്കറിയില്ല. സ്പിരിച്വൽ സ്പേസ്, മൈൻഡ്, ഇമോഷൻസ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനെ മാനേജ് ചെയ്യാനും നമുക്ക് അറിയില്ല. പല കാര്യങ്ങളും നമുക്കിങ്ങനെ കുറേ ഒരു എന്താണ് തെറാപ്പീസും ഒരുപാട് ട്രെയിനിങ്ങുകളൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അതാകും എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ബ്രെയിനിനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലൊക്കെ കുറേ ക്ലാരിറ്റി കിട്ടും. എങ്ങനെയാണ് നമ്മുടെ ദേഷ്യം ഉണ്ടാവുന്നത്, എങ്ങനെയാണ് നമ്മൾ ചിന്തകൾ ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ഡോപ്പമിൻ എങ്ങനെയാണ് നമുക്ക് അറ്റൻഷൻ ഉണ്ടാക്കി തരുന്നത്. ഡോപ്പമിൻ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന നമുക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ചിന്തകളെ ക്യാരി ചെയ്യുന്ന, നമ്മൾ ഒരു ന്യൂറോണിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് നമ്മൾ മെസ്സേജിനെ ക്യാരി ചെയ്യുന്ന ആളുകളാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഡോപ്പമിൻസ് ഉണ്ട്, അസറ്റിൽ കൊളൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹോർമോൺസിൽ പ്രധാനപ്പെട്ട ഈ നോർ അഡ്രിനാലിനും കോർട്ടിസോളും ഇവര് ഭയങ്കര രീതിയിൽ ഫോക്കസ് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ സ്ട്രെസ് ഹോർമോൺസ് ഈ രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് ഈ കോർട്ടിസോൾ ഒരു മോഡറേറ്റ് ലെവൽ ആയിരിക്കണം, ഒരു മൈൽഡ് ലെവൽ ആവാൻ പാടുള്ളൂ. അത് ഹൈ ലെവലിലോട്ട് ഭയങ്കര കോർട്ടിസോൾ ലെവൽ കൂടിക്കഴിഞ്ഞാലോ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും നമ്മൾ എണീക്കുന്നുണ്ടാവുക. അങ്ങനെ ഭയങ്കര സ്ട്രെസ്സിൽ എണീക്കുന്ന ആളുകൾ ഇൻഫ്ലെയിംഡ് ആയിരിക്കും. ഓക്കെ, നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ, നീര് വെച്ചിട്ട് നമ്മൾ നീർദോഷം എന്നൊക്കെ പറയും. അപ്പൊ ചില ആളുകൾക്ക് ഈ ജലദോഷം, അലർജിക്ക് ഉള്ള ആളുകൾക്ക് അറിയാം, ഈ രാവിലെ എണീക്കുമ്പോഴേക്കും എന്താ ഈ ഒരു തലയൊക്കെ ഭയങ്കര ഇങ്ങനെ ദമ്മായിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അവരുടെ ആ ഒരു ഇൻഫ്ലമേഷൻ, മുട്ടുവേദന ഉള്ളവര്, ശരീരവേദന ഉള്ള ആളുകൾക്കൊക്കെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വേദനകൾ ഉണ്ടാവും. കാരണം അവരുടെ ശരീരം ഭയങ്കര സ്ട്രെസ്സിലാണ്. അപ്പൊ ശരീരം ഭയങ്കര സ്ട്രെസ് ലോഡ് ആവുന്ന സമയത്ത് കോർട്ടിസോൾ ഓട്ടോമാറ്റിക്കലി അതായിട്ട് നന്നായിട്ട് രീതിയിൽ തന്നെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കോർട്ടിസോൾ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ബിപിനെ ബാധിക്കും, ബ്ലഡ് സർക്കുലേഷൻസിനെ ബാധിക്കും, ബ്ലഡ് പ്രഷറിനെ ബാധിക്കും. ഈ ബ്ലഡ് പ്രഷറിനെ ബാധിക്കുന്ന സമയത്ത് തന്നെ അതെന്ത് ചെയ്യും, അത് ഇൻഫ്ലെയിംഡ് ആകുന്നുണ്ട്. കാരണം ബ്ലഡ് കൃത്യമായിട്ട് ഒരു പോയിന്റിലോട്ട് പോകുന്നില്ല. ഹാർട്ടിന് ഓവർ ബീറ്റിങ്ങും ഒരുപാട് അതിന്റെ റിതം ഒക്കെ തെറ്റി കഴിയുന്നതോടെ തന്നെ അത് നമുക്ക് അങ്ങനെ പുറത്തോട്ട് കാണുന്ന രീതിയിലല്ല, ഒരു ഫിസിയോളജിക്കൽ ഹൈപ്പർ ടെൻഷൻ തന്നെ അവിടെ വരും. നോർമൽ ആയിട്ടുള്ള ഒരു ഹൈപ്പർ ടെൻഷൻ. ഇത് നമ്മുടെ ശരീരത്തിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻഫ്ലെയിംഡ് ആയിട്ട് നമ്മൾ എണീക്കുന്നത്. അത് നമുക്ക് ഡെയിലി നമ്മളതിങ്ങനെ ചെയ്ത് ഒരു റൂട്ടീനായി മാറിക്കഴിഞ്ഞാൽ, എല്ലാ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോഴേക്കും ഭയങ്കര ക്ഷീണിച്ചിട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ പ്രഷറിനെ അത് ബാധിക്കും. നമ്മുടെ ആ പ്രഷറിനെ ബാധിക്കുന്നതോടെ തന്നെ അത് ഹാർട്ടിനും ലിവറിനും ഒക്കെ അത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. പല രീതിയിൽ അസുഖങ്ങളിലേക്ക് അത് ഡൈവേർട്ട് ആയി പോകും. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാം ആയിട്ടുള്ള ഒരു എണീക്കൽ ആവശ്യമുള്ളത്. അപ്പോൾ വളരെ ലൈറ്റ് എമൗണ്ട്, വളരെ സ്ലൈറ്റ് എമൗണ്ട് ആയിട്ടുള്ള കോർട്ടിസോളെ നമുക്ക് ആവശ്യമുള്ളൂ. ആ ഒരു പാകത്തിനുള്ള ഡോപ്പമിൻ ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ ഈ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നത്, നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നതൊക്കെ നമുക്ക് ആ ഒരു ഫോക്കസും കാര്യങ്ങളൊക്കെ നമുക്ക് ബീറ്റ ലെവൽ എന്ന് പറയും. ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമുക്കൊരു ബീറ്റ സ്റ്റേറ്റിലോട്ട് എത്തണം. അപ്പൊ ആ ഒരു അലേർട്ട് ആവുന്ന സ്റ്റേറ്റിലോട്ട് എത്തുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊന്നും കൂടാനും പാടില്ല, നന്നായിട്ട് കുറയാനും പാടില്ല. അപ്പൊ ഇതിനൊക്കെ ഒരു ഒരു എന്താ പറയുക, മോഡറേറ്റ് ലെവലിൽ നമുക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ഫിസിക്കൽ ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്.
അപ്പൊ അതിൽ ഒന്നാണ് നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഉറക്കം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഉറക്കത്തിന് സഫീഷ്യന്റ് എന്ന് പറയുന്ന ഒരു സമയ പ്രശ്നമുണ്ട്. കാരണം ഒരു സമയം നിശ്ചയിക്കാൻ പറ്റില്ല. ഓരോ ആളുകളുടെ ഉറക്കത്തിന്റെ രീതികൾ വ്യത്യാസമുണ്ട്. ഓരോ ആളുകളുടെ ഡീപ്പ് സ്ലീപ്പുകൾ വ്യത്യാസമുണ്ട്. അപ്പോ ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം എന്ന് പറയുന്നത് ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്തണം. അതായത് ആൽഫയിൽ നിന്ന് ആൽഫ അത് തീറ്റയിലോട്ട് എത്തണം. അതുപോലെ തന്നെ അത് ഡെൽറ്റയിലോട്ട് എത്തണം. അപ്പൊ ഈ ഡെൽറ്റ എന്ന് പറയുന്ന കംപ്ലീറ്റ് ഡ്രീംലെസ് സ്ലീപ്പ് എന്ന് പറയാം. ഒരു സ്വപ്നം കാണാൻ പോലും ഇല്ലാത്ത അത്രത്തോളം ഡീപ്പ് സ്ലീപ്പിലോട്ട് നമ്മൾ പോകുന്ന ഒരു ഡെൽറ്റ സ്റ്റേറ്റിൽ നിൽക്കുന്ന സ്ലീപ്പാണ് ഒരു മനുഷ്യന് നിർബന്ധമായിട്ട് വേണ്ടത്. പക്ഷെ പലപ്പോഴും നല്ലൊരു ശതമാനം ആളുകളും ഈ തീറ്റ സ്റ്റേജിലാണ് കൂടുതൽ സമയം ചെലവഴിച്ച് ഉറങ്ങുന്നത്. തീറ്റ സ്റ്റേജിലാണ് നമുക്ക് നമ്മൾ നല്ല രീതിയിൽ സ്വപ്നങ്ങൾ കാണുന്നത്, ഉറക്കത്തിൽ സംസാരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന തീറ്റ സ്റ്റേജിലാണ്. അതൊരു ലൈറ്റ് സ്ലീപ്പ് എന്നാ പറയാ. ആ ഉറക്കം നമ്മൾ പൂച്ച ഉറക്കം എന്നൊക്കെ പറയുന്ന ആ ഒരു ഉറക്കത്തിലാണ് നല്ല രീതിയിൽ. ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, വിളിച്ചാൽ പോലും അറിയുന്നില്ല, ഡീപ്പ് സ്ലീപ്പാണ്. അങ്ങനെ വിളിച്ചാൽ പോലും അറിയാത്തതൊക്കെ ഡീപ്പ് സ്ലീപ്പാണെന്ന് വിചാരിക്കരുത്. അത് നമ്മൾ കോൺഷ്യസ് അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഉറക്കം എന്തല്ല, ഡീപ്പായിട്ട് പോയിട്ടില്ല പലതും. അപ്പൊ ഡീപ്പ് സ്ലീപ്പിലോട്ട് നമുക്ക് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോഴാണ് അത് നമുക്ക് എന്ത് അഡ്വക്കേറ്റ് സ്ലീപ്പായിട്ട് മാറാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് പൂർ സ്ലീപ്പാണ്. നിങ്ങൾ ഒരുപാട് നേരം ഉറങ്ങി എന്നുള്ളത് കൊണ്ട് അത് എന്ത് ചെയ്യുന്നില്ല, സഫീഷ്യൻറ്റ് സ്ലീപ്പായിട്ട് കണക്കാക്കാൻ പാടില്ല. നിങ്ങൾ കുറച്ച് നേരം ഉറങ്ങിയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് ഇൻസഫീഷ്യൻറ്റ് സ്ലീപ്പാണെന്ന് പറയാനും പാടില്ല. കാരണം നമ്മൾ എത്ര സമയം ഉറങ്ങിയിട്ട് അതിന്റെ ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്ര സമയം നമ്മൾ ചെലവഴിച്ചു എന്നുള്ളതനുസരിച്ചാണ് നമുക്ക് സ്ലീപ്പ് ഏകദേശം ഓക്കെ ആണോ അല്ലേന്ന് മനസ്സിലാവാം. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ. നമ്മളൊരു ആൽഫ സ്റ്റേജ് ആണ് നമ്മളൊന്ന് ഉറങ്ങി തുടങ്ങുന്നത്. തീറ്റ എന്ന് പറയുന്നതോടെ നമ്മൾ ലൈറ്റ് സ്ലീപ്പിലേക്ക് എത്തി. അത് കഴിഞ്ഞ് ഡെൽറ്റ എന്ന് പറയുന്ന സ്റ്റേജിലോട്ടൊക്കെ എത്തുമ്പോഴാണ് ശരിക്കും നമ്മൾ ബ്രെയിൻ ക്ലെൻസിങ് ചെയ്യുന്നത്. ബ്രെയിനിന്റെ ക്ലീനിങ് പ്രോപ്പർട്ടീസ് നടക്കുന്നതൊക്കെ ഈ ഡെൽറ്റ സ്റ്റേജിലാണ്. കാരണം ബ്രെയിനിന് ഒരു ക്ലീനിങ് സിസ്റ്റം ഉണ്ട്. അത് ഓരോ സെല്ലുലാർ ഏരിയയിൽ തന്നെ 60% ഓഫ് രീതിയിൽ ഷ്രിങ്ക് ചെയ്തുകൊണ്ട് അതിന് ക്ലീനിങ് ഒരു സിസ്റ്റം അവിടെ ബ്രെയിനിൽ നടക്കുന്നുണ്ട്. ഗ്ലിംഫേജിക് ഡ്രെയിനേജ് എന്നാ പറയാം. അപ്പൊ ഈ ഒരു സിസ്റ്റം ബ്രെയിനിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ബ്രെയിൻ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ക്ലീൻ ആവുകയും നല്ല രീതിയിൽ രാവിലെ എണീക്കുമ്പോഴേക്ക് ഭയങ്കര ഫ്രഷ്നെസ്സിൽ നമുക്ക് എണീക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് നമുക്ക് കിട്ടുന്നത് ഈ ഡെൽറ്റയിൽ എത്തുമ്പോഴാണ്, ഈ പറഞ്ഞ ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്തുമ്പോഴാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യാൻ പറ്റാത്ത ആളുകൾ നമുക്ക് ഒരു സ്ലീപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം എന്ന് ഞാൻ പറയാം. സ്ലീപ്പ് റൂട്ടീൻസ് ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രോഗ്രാമുകൾ, നമുക്കൊരു 1 മന്ത് പ്രോഗ്രാമുകൾ കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ലേഡീസ് ഓൺലി പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള പല പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഉറക്കത്തിനൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഈ ഉറക്കം നമ്മൾ കൃത്യമായിട്ട് റൂട്ടീൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ആ ഉറക്കത്തിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അത് ചിലപ്പോൾ 4 അവേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ 5 അവേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ 6 അവേഴ്സ് ആയിരിക്കാം. ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നതോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഭയങ്കര ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയ ഒരു ഫീല് കിട്ടുള്ളൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ്സിലൂടെ എണീക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എത്ര ഉറങ്ങി കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ഉറങ്ങാൻ തോന്നും. നമ്മൾ എത്ര രാത്രി ചിലപ്പോൾ 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂറും 8 മണിക്കൂറും കിടന്നുറങ്ങിയാലും ഉച്ചയ്ക്ക് വീണ്ടും ഉറക്കം വരും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ക്ഷീണം വരും. ഈ രീതിയിൽ നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ശരീരം ഇൻഫ്ലെയിംഡ് ആണ്. ഇൻഫ്ലെയിംഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അലേർട്ട് വേർഷനിലോട്ട് എത്തുന്നില്ല. അവെയർ ആയിരിക്കും നമ്മൾ, ചിലപ്പോൾ മെന്റലി കുറച്ച് അവയർനെസ് ഒക്കെ ആണ്, പക്ഷെ ഫിസിക്കലി നമ്മൾ അലേർട്ട് അല്ല. ഫിസിക്കലി നമ്മൾ അലേർട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളിലോട്ടൊന്നും നമുക്ക് എത്താൻ കഴിയൂല. അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഫിസിക്കൽ സ്റ്റേറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മൾ മെന്റലി മാത്രം മതി. മൈൻഡാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഓരോ ലെയറിനെയും നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. ഫിസിക്കൽ ലെയറിനെ മാനേജ് ചെയ്യാൻ പറ്റണം, മെന്റൽ ലെയറിനെ മാനേജ് ചെയ്യാൻ പറ്റണം, ഇമോഷണൽ ലെയറിനെ മാനേജ് ചെയ്യാൻ പറ്റണം, സ്പിരിച്വൽ ലെയറിനെ മാനേജ് ചെയ്യാൻ പറ്റും. 4ഉം കൂടെ അലൈൻഡ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു അലേർട്ടഡ് വേർഷൻ ആയിട്ട് നമ്മൾ മാറുന്നത്. നമ്മൾ അവെയർഡ് ആണ്, നമ്മൾ കോൺഷ്യസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റിലോട്ട് എത്തുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തൊന്നാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത് ന്യൂട്രീഷൻ്റെ ആണ്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് റീഹൈഡ്രേറ്റ് ചെയ്യുക, വെള്ളം കുടിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പേര് വെള്ളം കുടിക്കുന്നുണ്ട്, എത്ര അളവിൽ വെള്ളം കുടിക്കുന്നുണ്ട്? വെള്ളം നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. 25 കിലോഗ്രാമിന് പെർ 1 ലിറ്റർ വെള്ളം നമ്മൾ നിർബന്ധമായിട്ട് കുടിക്കണം. ഒരു 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം കുടിക്കണം. സോ എത്രത്തോളം, ഡെഫിനറ്റ്ലി. സോ എത്രത്തോളം നമ്മുടെ വെള്ളം കുടിക്കുന്ന അളവ് എത്രത്തോളം കൂടുന്നോ, അതായത് 75 കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ലിറ്റർ വെള്ളം വേണം. 60 kg ഉള്ള ഒരാൾ 2 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വേണം. അപ്പോൾ 2 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിച്ചിരിക്കും. ഒരു 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ എന്നുള്ള കണക്കിനാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കുടിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ രാവിലെ തന്നെ എല്ലാം വെള്ളം കുടിച്ച് തീർക്കാൻ പറ്റുമോ? ഇല്ല. 2 ലിറ്റർ വെള്ളം ഒരു 10 മണിയാകുമ്പോഴേക്കും കുടിച്ച് തീർന്ന്. അത് ശരിയല്ല. വെള്ളം കുടിക്കേണ്ടത് നമ്മൾ ഗ്യാപ്പ് ഇട്ട് രാത്രി കിടക്കുന്ന വരെയുള്ള ഒരു സമയങ്ങളിൽ നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം.
രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം റീഹൈഡ്രേറ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉറക്കം ഡെൽറ്റയിലോട്ട് എത്തുള്ളൂ. നമുക്ക് ഡെൽറ്റയിലോട്ട് ഉറക്കം എത്തണമെങ്കിൽ ശരീരത്തിൽ നല്ല രീതിയിൽ വെള്ളത്തിന് അംശം ഉണ്ടായിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാരും രണ്ട് കാര്യങ്ങളാണ് ഡെൽറ്റയിലോട്ട് എത്തണമെങ്കിൽ, രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, നേരത്തെ ഭക്ഷണം കഴിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് 3 ഹവേഴ്സ് മുമ്പെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം. രണ്ട്, നന്നായിട്ട് വെള്ളം ഒരു സഫീഷ്യൻറ്റ് വാട്ടർ ലെവൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ, ഫിസിക്കൽ ലെയറിന്റെ കാര്യം കേട്ടോ പറയുന്നത്, രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉറക്കം നമുക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടുള്ളൂ. മെന്റലി നമ്മൾ പറയുകയാണെങ്കിൽ സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം, നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ തോട്ട് പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ ചിന്തകളെ, നമ്മൾ ഡൗട്ടുകൾ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയിരിക്കണം, മനസ്സിലാക്കാൻ പറ്റണം, ഉൾക്കൊള്ളാൻ പറ്റണം. അത് വേറൊരു ഏരിയ. അപ്പോൾ അത് ജസ്റ്റ് നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്രീഷൻ, പ്രത്യേകം ന്യൂട്രീഷൻ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഡീഹൈഡ്രേഷൻ അല്ലെ, നമുക്ക് വെള്ളം, ശരീരത്തിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നമുക്ക് അലേർട്ട്നെസ് കുറയ്ക്കും. അപ്പോൾ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഗ്ലൂക്കോസ് ലെവലുള്ള സാധനങ്ങൾ, നമുക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള, അമിതമായിട്ടുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കാം. അത് പ്രത്യേകിച്ച് ഷുഗറും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹെൽത്തി ആണെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, റിഫൈൻഡ് ഷുഗർ ഉള്ള ഒരു സാധനം നമ്മൾ കഴിക്കാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് വരുന്ന ഡ്രിങ്കുകളായിക്കോട്ടെ, അതുപോലെ തന്നെ നല്ല മധുരമുള്ള സാധനങ്ങളായിക്കോട്ടെ, പാക്ക്ഡ് ഫുഡുകളും സ്ഥിരമായിട്ട് കഴിക്കാൻ പാടില്ല. എപ്പോഴെങ്കിലും ഒരു ഫംഗ്ഷനുമായി ബേസ് ചെയ്തിട്ട്, ഒരു സെലിബ്രേഷൻ ബേസ് ചെയ്തിട്ടൊക്കെ വല്ലപ്പോഴും ചെറിയ അളവിലൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതിൽ ഉള്ള പ്രശ്നമല്ല പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ടുള്ള നമ്മുടെ മധുരങ്ങൾ കൂടുതൽ കഴിക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് തീരെ എന്താ പറയുക, ബേസിക്കലി ഒരു ലൈസൻസും ഇല്ലാതെ നമ്മൾ മധുരമുള്ളത് മാത്രമല്ല, ഈ പ്രോസസ്സർ ഫുഡുകളുണ്ട്, ന്യൂഡിൽസ് പോലുള്ളത്, ലേസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഷുഗർ കൂട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ ഷുഗർ എന്ന് പറയുമ്പോൾ രോഗത്തിനെ ബേസ് ചെയ്തിട്ടല്ല പറയുന്നത്, ഗ്ലൂക്കോസ് ഇൻടേക്ക് കൂടും. ഈ ഗ്ലൂക്കോസ് ഇൻടേക്ക് കൂടുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇൻസുലിൻ റെസിസ്റ്റൻസ് മെല്ലെ മെല്ലെ ഉണ്ടാവും. ശരിക്കും ഇതൊക്കെ ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ, നമ്മൾ ഡീറ്റെയിൽ ചെയ്യും. നമ്മുടെ ഓരോ പോകുന്ന വഴിയിലൂടെ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പോകും. നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റിനൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ ശരിക്ക് ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. കാരണം ഗ്ലൂക്കോസിന്റെ അളവ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻസ് അതിനനുസരിച്ച് ഡെവലപ്പ് ആവണം. ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഗ്ലൂക്കോസ് എന്താണ്, നമ്മൾ കഴിക്കുന്ന സാക്രൈഡ് ആയിട്ടുള്ള, അതായത് മധുരമുള്ള സാധനങ്ങൾ, കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള നമ്മുടെ അരി, ഗോതമ്പ്, റവ, മൈദ പോലുള്ള സാധനങ്ങൾ, നല്ല മധുരമുള്ള സാധനങ്ങൾ, പച്ചക്കറിയിൽ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് പോലുള്ള കുറേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്, അതായത് ഗ്ലൂക്കോസ് കൂടുതലാണ്. ഈ ഗ്ലൂക്കോസ് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ എനർജി ഉണ്ടാവണം, ATP സിന്തസിസിന് നമുക്ക് ഗ്ലൂക്കോസ് വേണം. അപ്പോൾ ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ അതിന് ശരീരം ദഹിപ്പിക്കുക, യൂസ് ചെയ്യില്ല. ശരീരത്തിന് യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ രൂപങ്ങൾ മാറ്റണം, ഗ്ലൈക്കോലൈസിസ് പോലെ ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ട്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ആവശ്യമുണ്ട്, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ആവശ്യമുണ്ട്, ബ്രേക്ക് ഡൗൺ, ദഹിപ്പിക്കണമെങ്കിൽ. അപ്പൊ ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റ് ഉണ്ട്. എല്ലാത്തിനും ലിമിറ്റ് ഉണ്ടല്ലോ ശരീരത്തിന്. അപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് ശരീരത്തിൽ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻസുലിന്റെ അളവും ശരീരത്തിൽ കൂട്ടേണ്ടി വരും. അങ്ങനെ ഒരു ഭയങ്കര പ്രഷർ, ഗ്ലൂക്കോസിന്റെ അളവിൽ ഒരു പ്രഷർ ശരീരത്തിന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും, അത് ഷുഗറിനെ അത് ബാധിക്കുന്നുണ്ട്. രണ്ടാമത്തത്, ഈ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്ന സമയത്ത് അതിനനുസരിച്ച് ഇൻസുലിൻ ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കുകയോ, അതുപോലെ തന്നെ ഇൻസുലിനെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയോ ചെയ്യുന്നതിനാണ് നമ്മൾ ചെയ്യുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഗ്ലൂക്കോസ് ഉണ്ട്, ഇൻസുലിനും ഉണ്ട്, പക്ഷെ ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻസുലിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ. ഒന്നിനെ വെട്ടിയാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ രണ്ടും ഉണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ ശരീരത്തിൽ, ബട്ട് ഒന്നിനെ വെട്ടാൻ നമ്മുടെ ശരീരം സമ്മതിക്കുന്നില്ല. എന്തോ ഒരു പ്രശ്നങ്ങൾ, അത് പല ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്, അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ഒരുപാട് റീസൺസ് ഉണ്ട് അതിന്. അപ്പോൾ ബേസിക്കലി ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ഉണ്ടാവുന്നതോടെ നെക്സ്റ്റ് സ്റ്റേജ്, അതായത് നമുക്കൊരു ഫ്ലോ ചാർട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഗ്ലൂക്കോസ് ഇൻടേക്ക് കൂടുന്നു. ഈ ഗ്ലൂക്കോസ് ഇൻടേക്ക് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരീരത്തിന് ഇൻസുലിൻ ഉണ്ട്, ഗ്ലൂക്കോസും ഉണ്ട്,
പക്ഷേ ഈ ഗ്ലൂക്കോസിന്റെ അളവിലേക്ക് ഈ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഇൻസുലിൻ ആവുന്നില്ല. ശരീരത്തിൽ പല പ്രശ്നങ്ങൾ കാരണം അത് നടക്കുന്നില്ല. അങ്ങനെ നടക്കാതിരിക്കുന്ന ഒരു സിസ്റ്റം വരുമ്പോഴാണ് അത് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയി മാറുന്നത്. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റന്റ് ശരീരം ആകുമ്പോൾ, നമ്മുടെ ബോഡി ആകുമ്പോൾ ഫിസിയോളജിക്കലി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഗ്ലൂക്കോസിന്റെ അളവ് ശരീരത്തിൽ കൂടുക എന്നുള്ളതാണ്. അപ്പൊ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇൻഫ്ലമേഷൻ വരും. ഷുഗർ, ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗത്തിനെ പറ്റി നമുക്ക് പറയാം. ബട്ട് ഇത് കൊണ്ടുപോകുന്നത് ഒരു രോഗത്തിലേക്കല്ല, ഇൻഫ്ലമേഷൻ എന്നുള്ള, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡയറക്റ്റ്ലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് നീർക്കെട്ട്, നീർദോഷം നോക്കുമ്പോൾ മലയാളത്തിൽ പറയുന്നത് ഇൻഫ്ലമേഷൻ, പഴുപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനാണ് ഗ്ലൂക്കോസ്. ചുരുക്കി പറഞ്ഞത്, ഞാൻ കുറച്ച് ഡീറ്റെയിൽ ചെയ്ത് ഇങ്ങനെ പറഞ്ഞതാണ്. ചുരുക്കി പറഞ്ഞാൽ ഗ്ലൂക്കോസ് കാരണമാണ് നമ്മൾ ഹൈ ഗ്ലൂക്കോസ് ലെവൽസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഷുഗർ ഉണ്ടാക്കുന്നത്, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്, PCOD ഉണ്ടാക്കുന്നത്, തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്, നമ്മൾ കാലുവേദന ഉണ്ടാക്കുന്നത്, മുട്ടുവേദന ഉണ്ടാക്കുന്നത്, മറവി ഉണ്ടാക്കുന്നത്, മൈഗ്രെയിൻ ഉണ്ടാക്കുന്നത്, ആസിഡിറ്റി ഉണ്ടാക്കുന്നത്, ഇങ്ങനെ തുടങ്ങി പല രോഗങ്ങളിലേക്കും നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോസ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കണം? നമുക്ക് ഗ്ലൂക്കോസ് ലെവൽ കൂടാൻ പാടില്ല. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഗ്ലൂക്കോസ് ലെവൽ കുറയാനും പാടില്ല. അപ്പൊ ഇത് രണ്ടിനും ബാലൻസ്ഡ് ആയിരിക്കണം. ഗ്ലൂക്കോസിൽ ഹൈപ്പോഗ്ലൈസീമിക് ആവാൻ പാടില്ല, ഹൈപ്പർ ഗ്ലൈസീമിക് ആവാൻ പാടില്ല. ഗ്ലൂക്കോസിന്റെ അളവ് ശരീരത്തിൽ കൂടാനും പാടില്ല, നന്നായിട്ട് കുറയാനും പാടില്ല. ഇത് രണ്ടും നമ്മൾ അലേർട്ട്നെസ്സിനെ ബാധിക്കും. മൂന്നാമത്തത് ഹെവി മീൽസ് എന്ന് പറയുന്നതല്ലേ, ഭയങ്കരമായ ഭക്ഷണം കഴിക്കുന്നത്, മുറ്റേ നമ്മൾ കഴിക്കുന്ന അളവിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ഈ അളവ് വരെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യും? അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ അലേർട്ട്നെസ് ഇല്ലാണ്ടാക്കും. അപ്പോൾ സ്ലീപ്പും ന്യൂട്രീഷനും. മൂന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എക്സസൈസ്. പക്ഷെ എക്സസൈസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരം അനങ്ങുക എന്നുള്ളതിലേക്കാണ് ഞാൻ കൊണ്ടെത്തിക്കുന്നത്. ചുമ്മാ നമ്മളൊരു എന്താ പറയാ, ജിമ്മിന് പോയി വർക്കൗട്ട് ചെയ്യുക, ഇതൊന്നല്ല എൻ്റെ കോൺസെപ്റ്റ്. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ശരീരം അനങ്ങുമ്പോൾ നമുക്ക് എന്ത് മാറ്റാ വരുന്നത്? ശരീരം അനങ്ങാണ്ടിരിക്കുമ്പോൾ എന്ത് മാറ്റമാണെന്നും ശരീരം അനങ്ങുമ്പോൾ എന്ത് മാറ്റമാണെന്നും ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. അതായത് ഗ്ലൂക്കോസ് നമുക്ക് എന്തിനാണ്? എനർജി ഡെവലപ്പ് ചെയ്യാനാണ്. ഈ എനർജി എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നത്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് അറിയാം. മൈറ്റോകോൺട്രിയ എല്ലാവർക്കും നമുക്ക് പരിചയമുള്ള വേർഡായിരിക്കും. അങ്ങനെ പരിചയമുള്ളവരുണ്ടാവും, പരിചയം ഇല്ലാത്തവരുണ്ടാവും. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ സെല്ലുകളിലും, ശരീരത്തിന്റെ ഓരോ സെല്ലുകളിലും ഒരു മൈറ്റോകോൺട്രിയ ഉണ്ടാവും. ഒന്നെന്നുള്ളതല്ല, ഡിഫറെൻ്റ് ആണ്. അത് ഓരോ സ്ഥലങ്ങളനുസരിച്ച് അത് ഡിഫറൻസ് അതിന് വാരി ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ വാരി ചെയ്യും. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു ഓർഗനലാണ്, സെൽ ഓർഗനലാണ്. നമ്മുടെ കോശത്തിലെ ഒരു സെല്ലിൽ ഉണ്ടാവുന്ന നമ്മൾ പല സാധനങ്ങൾ ഒരെണ്ണം മാത്രമാണ് ഈ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നതാണ് നമ്മൾ സെല്ലിന് എനർജി ഉണ്ടാക്കുന്നത്. ഒരു പവർ ഹൗസ് എന്നുള്ളതാണ്. അത് പവർ ഹൗസ് ഓഫ് അവർ ബോഡി എന്ന് പറയുന്ന സാധനമാണ് മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ATP സിന്തസിസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാരണം ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന ആ പണി ആരുടെയാണ്? മൈറ്റോകോൺട്രിയൻ്റെ ആണ്. അപ്പൊ ഈ മൈറ്റോകോൺട്രിയ എപ്പോഴാണ് ഈ പണി കൂട്ടുന്നത്? നോർമലി ചെറിയ രീതിയിലുള്ള എനർജി മൈറ്റോകോൺട്രിയ ചെയ്യും. പക്ഷെ മൈറ്റോകോൺട്രിയക്ക് ഒരു സാധനം കൂടുതൽ ഒരു പുഷ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ചെയ്യും. ആ പുഷാണ് നമ്മളെ മൂവ്മെന്റ്. നമ്മൾ മൂവ്മെന്റ് കൂടുമ്പോൾ മൈറ്റോകോൺട്രിയ നമ്മുടെ എനർജി ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി കുറച്ചുകൂടെ കൂട്ടും. ഓക്കെ. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചുമ്മാ ഇരിക്കുകയാണോ? മെല്ലെ 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 അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. മെല്ലെ മെല്ലെ നമ്മളെ മൂഡുകൾ മാറും. നമ്മൾ ഗ്ലൂക്കോസ് എടുത്ത് എനർജി ആയിട്ട് അതിനെ മാറ്റുമ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും അലേർട്ടായിട്ടിരിക്കും. അത് കുറയുന്ന സമയത്ത് നമ്മൾ അലേർട്ട്നെസ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ മൂഡി ആയിട്ട് മാറും. നമുക്ക് ഒരുപാട് തോട്ട് പ്രോസസ്സിങ്, പിന്നെ നമ്മൾ അങ്ങനെ പോവുകയാണ്. പിന്നെ നമ്മൾ ഏതൊക്കെയോ വഴിയിലൂടെ അങ്ങ് സഞ്ചരിക്കുകയാണ്. അപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം എന്താ വെച്ചാൽ മൂവ്മെന്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണോ? ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ ഒന്ന് റബ്ബ് ചെയ്യുക. ഒന്ന് കൈ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കി ജസ്റ്റ് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കൂടുമ്പോൾ കൈയൊക്കെ നനക്കി കാലിന്റെ കാഫ് മസിൽസ് ഒക്കെ നമ്മൾ ഈ കാലിങ്ങനെയല്ലേ വെക്കുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഹീല് മാത്രം ഇങ്ങനെ പൊക്കി ഒടുക്കി ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കാഫ് മസിൽസിന്റെ ഭാഗം ഇങ്ങനെ ഒന്ന് ഇളകും. അപ്പൊ ഇതൊക്കെ നമ്മളൊരു മൂവ്മെന്റുകളാണ്. നമ്മൾ ചുമ്മാ ഇരിക്കുന്നത്, സിറ്റിംഗ് പൊസിഷനിൽ കൂടുതൽ ഇരിക്കുന്ന ആളുകളാണോ? ഈ എക്സസൈസ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ മൂവ്മെന്റ് വരും. കാഫ് മസിൽസ് എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് ഹാർട്ട് ആയിട്ട് നമ്മൾ കാണുന്നത്. സോളിയസ് മസിൽസ് ഉണ്ട് അവിടെ. ഒരുപാട് മസിൽസിന് മേലെ അതിൽ ഏറ്റവും പ്രധാനമായ സോളിയസ് മസിൽ, കാഫ് മസിൽസിൽ.
അത് നമ്മൾ സെക്കൻഡ് ഹാർട്ടാണ്. കാരണം താഴേന്ന് പ്രഷർ ചെയ്ത് ബ്ലഡിനെ മേലോട്ട് എത്തിക്കുന്നുണ്ട്. പമ്പ് ചെയ്യുന്നതിന് അതേപോലത്തെ എഫക്റ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാഫ് മസിൽസിനെ എപ്പോഴും ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാലിൻ്റെ ഹീലിൻ്റെ ഭാഗം മാത്രം ഇങ്ങനെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുമ്പോൾ അവിടെ ആ കാഫ് മസിൽസ് ഇങ്ങനെ മൂവ്മെന്റ് വരും. ആ മൂവ്മെന്റിൽ അവിടെ എനർജി കൂടും. ഓക്കെ, അപ്പോൾ അവിടെ എനർജി ഈ മൈറ്റോകോൺട്രിയ കൂടുതൽ പണിയെടുക്കും. അപ്പോൾ എനർജി കൂടുതൽ സിന്തസിസ് ചെയ്യും. അപ്പോൾ നമുക്കൊരു അലേർട്ട്നെസ് അവിടെ ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും അലേർട്ട് ആവുക എന്നുള്ളത് നമ്മൾ അവയർനെസ്സിന്റെ അവേക്ക്ഫുൾനെസ്സിന്റെ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഓക്കെ, നമുക്ക് സ്പിരിച്വലി മെന്റലി ഒക്കെ നമുക്ക് ഇതിനെ പറയാം. പക്ഷേ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബയോളജിക്കലി ആണ്. നമുക്ക് ഫിസിക്കൽ സ്പേസിനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യമുണ്ട് അല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ ഒന്നുകൂടെ ഇനി പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് ഇതിന്റെ മെക്കാനിസം, അലേർട്ട്നെസിന്റെ മെക്കാനിസം നമ്മൾ പറഞ്ഞ ബ്രെയിൻ ഏരിയാസിൽ 3 കാര്യങ്ങളാണ്. RAS, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. കാരണം നമ്മളൊരു സ്വിച്ച് ഇട്ട പോലെ നമ്മൾ അവേക്ക് ആക്കാനും അതുപോലെ തന്നെ അറ്റൻഷൻ ആക്കാനും നമുക്ക് നമ്മുടെ ബ്രെയിനിന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, മര്യാദയ്ക്ക് ഉറക്കം കിട്ടിയിരിക്കണം, മര്യാദയ്ക്ക് വെള്ളം കുടിച്ചിരിക്കണം, നമ്മുടെ ഡൈജഷൻസ് ക്ലിയർ ആയിരിക്കണം, നമ്മൾ എന്താ പറയാ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇതൊക്കെ ഉണ്ടാവുമെങ്കിൽ ഈ RAS നല്ല രീതിയിൽ ഒരു 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 മോഡറേറ്റ് ലെവല് അത് പണിയെടുത്തുകൊണ്ടിരിക്കും. അതിന്റെ ഒപ്റ്റിമൽ ലെവല് അത് പണിയെടുക്കും. രണ്ടാമത്താണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അറ്റൻഷനും ഡിസിഷൻ മേക്കിങ്ങും, കാരണം പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മളെ ലോജിക്കൽ തിങ്കിങ്ങിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടിയാണ്. നമുക്ക് ആവശ്യമാണ്. നമ്മൾ പല തരത്തിലുള്ള തോട്ട് പ്രോസസ്സിങ്ങിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാവണം. അതിൽ നിന്ന് നമുക്ക് കാര്യമായി ഉൾക്കൊള്ളണമെങ്കിൽ, അതിന് കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആവണമെങ്കിൽ, നമുക്കൊരു കാര്യത്തെ ഫോക്കസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയിരിക്കണമെങ്കിൽ, ഒരു ക്ലാസ് കേൾക്കണമെങ്കിൽ, ഒരാൾ പറയുന്നത് കേൾക്കണമെങ്കിൽ, മറുപടി കൃത്യമായിട്ട് കൊടുക്കണമെങ്കിൽ, ഇതിനൊക്കെ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് ആവണം. അവിടെ നമുക്ക് നല്ല ഉറക്കം ഉണ്ടായിരിക്കണം. ഈ ഷുഗറിന്റെ ലെവൽസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വെള്ളത്തിന്റെ അളവ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഡൈജഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഇത് ചുമ്മാ നമ്മൾ പറഞ്ഞു പോയാൽ മാത്രം പോയി. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതേപോലെ മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, തെലാമസ്. അതുപോലെ നമ്മുടെ സറൗണ്ടിങ്സിനെ എപ്പോഴും നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. അപ്പൊ ഈ ബ്രെയിൻ ഏരിയ നമുക്ക് ഇതൊക്കെ ക്ലിയർ ആയിരിക്കണം. അതേപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒപ്റ്റിമൽ ലെവലിലേക്ക് നമുക്ക് എത്തണം. നോറഡ്രിനാലിൻ, ഡോപ്പമിൻ, അസറ്റിൽ കൊളൈന്, കോർട്ടിസോൾസ്, ഇതെല്ലാം അതിന്റെ ഒരു ബേസ് ലെവൽസിലും അതിന് വേണ്ട, നമ്മുടെ ഓരോ ശരീരത്തിന് വേണ്ട രീതിയിൽ അത് എത്തിക്കാൻ നമുക്ക് പറ്റണം. ഇപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരം, പിന്നെ ഓട്ടോമാറ്റിക്കൽ ആയിട്ടുള്ള റിഫ്ലെക്സസ്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു, ബയോളജിക്കൽ ക്ലോക്കിനെ പറ്റി പറഞ്ഞു. ഇതെല്ലാം നോർമലായിട്ട് ഇതിന്റെ ഒരു ഒപ്റ്റിമൽ ലെവലിലോട്ട് ഇതിനെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഒരു സഫീഷ്യന്റ് സ്ലീപ്പ് ഉണ്ടായിരിക്കണം. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. ഗ്ലൂക്കോസ് ലോ ആവുന്നതും ശ്രദ്ധിക്കുക, ഹൈ ആവുന്നതും ശ്രദ്ധിക്കുക. എക്സസൈസ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഈ ഒരു മൈറ്റോകോൺട്രിയൽ സിസ്റ്റത്തിനെ നമ്മൾ നല്ല രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ മൂവ്മെന്റുകളാണ്. മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് മൂവ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ രാവിലെ അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത, വർക്കൗട്ടുകളോ ജിമ്മോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാൾ അറ്റ്ലീസ്റ്റ് ഡെയിലി 20-25 മിനിറ്റ്സ് നടക്കുക. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിലും നടക്കുക. ഇനി അതും പറ്റാത്ത ആളുകളാണോ? അതും പറ്റാത്ത ആളുടെ സത്യം പറഞ്ഞാൽ ഒന്നും പറയാനൊന്നുമില്ല. എന്നാൽ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയുന്നത്, ഒരു 10 മിനിറ്റ് എങ്കിലും ബെയർ ഫുട്ട് ആയിട്ട് നമുക്ക് നല്ല മണ്ണുണ്ടെങ്കിൽ, മണലോ ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കുക. ബെയർ ഫുട്ട് ആയിട്ട് 10 മിനിറ്റ് എങ്കിലും. അതുപോലും ഇല്ലാത്തവർ ഉണ്ടാവാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ സെൽഫിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് പോലും മാറ്റി വെക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാം. ആ വിഷയത്തിൽ പിന്നെ ഒന്നും പ്രത്യേകിച്ച് ഡിസ്കഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് വളരെ എന്താ പറയാ സിഗ്നിഫിക്കൻ്റ് ആയ കഴിവുകളുണ്ട്. നമ്മുടെ ബ്രെയിനിനെ മാനേജ് ചെയ്യുന്നിടത്തും, നമ്മുടെ മൈൻഡിനെ മാനേജ് ചെയ്യുന്നിടത്തും, നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഒരു അലാംസ് സെറ്റ് ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റിന് നല്ല റോളുണ്ട്. ഫിസിക്കൽ സ്റ്റേറ്റിനെ നമ്മൾ വെറുതെ വിടരുത്. മൈൻഡിനെ നമ്മൾ കുറേ നന്നാക്കിക്കോ, ഒരുപാട് നന്നാക്കിക്കോ, ഒരു കുഴപ്പമില്ല. വായിച്ചിട്ടും പഠിച്ചിട്ടും ഒക്കെ നമുക്ക് നന്നാക്കാം. ഫിസിക്കൽ സ്റ്റേറ്റിനെ നന്നാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല. കാരണം ഒരു സ്റ്റേറ്റ് നമുക്ക് കളയാൻ പാടില്ല. നമുക്ക് സ്പിരിച്വൽ ലെയറിനെ എടുത്ത് കളയാൻ പറ്റില്ല, ഇമോഷൻ ലെയറിനെ എടുത്ത് കളയാൻ പറ്റില്ല. ഒരു മനുഷ്യനാണെങ്കിൽ 4 ലെയർ നിർബന്ധമാണ്, അലൈൻഡ് ആയിരിക്കണം. ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, ലാസ്റ്റ് സ്പിരിച്വൽ. ഈ 4 ലെയറും അലൈൻഡ് ആക്കുക എന്നുള്ളതാണ്
നമ്മുടെയൊക്കെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്റൻഷൻ നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ തരുമ്പോൾ എല്ലാ ലെവലിലും ഫിസിക്കൽ ലെയറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ഒരു സീരീസുകളിൽ ഇങ്ങനെ പല രീതികളിൽ പോകും. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ അറിയണം. പഠിക്കണം ആഗ്രഹമുള്ള ആളുകൾക്ക് അത് ജോയിൻ ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ ഫിസിക്കലി നമുക്ക് അറിയേണ്ട കാര്യങ്ങളിൽ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊക്കെ സെൽഫിൽ പഠിക്കണം. നമുക്കിപ്പോൾ ഇന്ന് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വയം ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടല്ല നമ്മളിതൊന്നും പഠിക്കുന്നത്. നമ്മൾ സ്വയം ചികിത്സിക്കുന്ന, നമ്മൾ സ്വയം ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത്. നമ്മൾ ഡോക്ടേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ശരീരത്തിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ യൂട്യൂബിലൊക്കെ ഇരുന്ന് നമ്മൾ ഈ ഒരു ആരോഗ്യ സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടല്ല നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പഠിക്കേണ്ടത് നോർമൽ ഒരാളുടെ ശരീരം എങ്ങനെ ആയിരിക്കണം, ഇതാണ് പഠിക്കേണ്ടത്. ഒരാളുടെ സാധാരണ ഒരു മനുഷ്യന്റെ തലച്ചോറ് എങ്ങനെയാണ്, അയാളുടെ ഹൃദയം എങ്ങനെയാണ്, ലിവർ എങ്ങനെയാണ്, ഇതൊക്കെ എന്താണ്, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആളുകൾ ചെറിയ സമയമൊക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശരീരത്തെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുക, മനസ്സിനെ കുറിച്ച് പഠിക്കുക, നമ്മളെ ചിന്തകളെ പറ്റി പഠിക്കുക. ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അവിടെ ശരീരത്തിന് പലപ്പോഴും നമ്മൾ വിട്ടുപോകാറുണ്ട്. അതൊരിക്കലും വിട്ടുപോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ എക്സസൈസ് പറഞ്ഞതും ന്യൂട്രീഷൻ പറഞ്ഞതും സ്ലീപ്പ്, ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിന്റെ ബാക്കിയായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മെന്റൽ ലെയറിലും സ്പിരിച്വൽ ലെയർ. ഈ മെന്റൽ ആൻഡ് സ്പിരിച്വൽ ലെയറിലെ അലേർട്ട്നെസ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്. ഇതൊരു 2 രീതിയിൽ തന്നെ ആയിരിക്കും. അലേർട്ട്നെസ്സിന്റെ ഫസ്റ്റ് നമുക്ക് ഫിസിക്കൽ ആണ് ഇന്ന് ഞാൻ പറയുന്നത്. ബാക്കി രണ്ടും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫിസിക്കലിൽ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഒരു കാര്യം കൂടി, നമ്മൾ അലേർട്ട് ആവുക എന്ന് പറയുന്നതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് സപ്ലിമെന്റ്സ് ആണ്. അപ്പൊ സപ്ലിമെന്റ്സിനോട് പലപ്പോഴും നമ്മൾ എതിർക്കാറുണ്ട്, എതിരാവാറുണ്ട്. പക്ഷേ ഒരു കാലത്തൊക്കെ ഞാനും അതിനെ എതിർക്കാറും ഉണ്ടായിരുന്നു. സത്യം, ഞാനും ആസ് എ ഡോക്ടർ ഞാനത് കഴിക്കേണ്ടെന്നൊക്കെ തന്നെ പറയാറുള്ളൂ. പക്ഷെ അതിനെ ഇപ്പോഴത്തെ പല പഠനങ്ങളിലും കാണുന്നുണ്ട്, ഈവൻ നമ്മുടെ ശരീരത്തിൽ ഈവൻ ഒരു സൺലൈറ്റ് കൊണ്ടാൽ പോലും നമ്മുടെ ശരീരത്തിൽ എന്തില്ല, ഇതൊക്കെ പ്രോസസ്സ് ചെയ്യാനുള്ള പറ്റുന്ന രീതിയിലുള്ള ശരീരഘടനയിലല്ല ഇന്ന് മനുഷ്യർ ജീവിച്ചു പോകുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഓക്കെ വൈറ്റമിൻസ് ഉണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ കഴിച്ചാലും ഈ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ എന്തായിരിക്കണം, യൂസ് ചെയ്യാൻ കൂടെ പറ്റണം. വൈറ്റമിൻസ്, ഒരു ക്യാരറ്റിൽ നല്ല വൈറ്റമിൻ എ ഉണ്ടെന്ന് വെച്ചിട്ട് 24 മണിക്കൂർ ക്യാരറ്റ് കഴിച്ചു നമ്മൾ പറ്റില്ല. അതിന് വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ കയറാൻ ഒരു നിർബന്ധമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എൻ്റെ അടുത്ത് പറയാം കേട്ടോ. അതായത് സൺലൈറ്റ് കൊണ്ടു, സൂര്യ വെളിച്ചം നമ്മൾ കൊള്ളും, നമുക്ക് വൈറ്റമിൻ ഡി എന്ന് നമ്മൾ പറയാറുണ്ട്. വൈറ്റമിൻ ഡി കൊള്ളണമെങ്കിൽ നമ്മൾ വെളിച്ചം കൊള്ളണം. ഈ വെളിച്ചം നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക, സൺലൈറ്റ് കൊള്ളുന്ന ആളുകളുണ്ട്, പക്ഷെ വൈറ്റമിൻ ഡി കുറവാണ്. അത് വൈറ്റമിൻ ഡി കുറവാണ് എന്ന് പറയുന്നതിന് അർത്ഥം എന്താ വെച്ചാൽ, നമുക്ക് ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് നോർമൽ ആയിട്ട് നിൽക്കുക, വൈറ്റമിൻസ് ഒക്കെ നോർമൽ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് താഴോട്ട് ഇറങ്ങാണ്ടിരിക്കും, അതിൽ ഡെഫിഷ്യൻസി വരാണ്ടിരിക്കും. പക്ഷെ ഓൾറെഡി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് കൂടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇപ്പൊ എനിക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ വളരെ കുറവാണ്. അപ്പൊ ഞാൻ പറയാണ് കുറച്ച് ലീഫുകളും കുറച്ച് ഇങ്ങനത്തെ ഫ്രൂട്ട്സുകളും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അത് കഴിച്ചാൽ മതി, അത് കൂടും എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 20-25% ശരിയാണ്. നാച്ചുറലി നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നത് ഒരു 25-30% വരെ നമുക്ക് ഈ ഫ്രൂട്ട്സും ഇതൊക്കെ കഴിച്ച് വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ കൂടും. പക്ഷെ അതിന് വേണ്ട സപ്ലിമെന്റ്സ് കഴിച്ചിരിക്കണം. മഗ്നീഷ്യം കുറവാണ്, ഉറക്കത്തിനെ ബാധിക്കും, നമ്മൾ ചിന്തകളെ ബാധിക്കും. മഗ്നീഷ്യം നമ്മൾ ബോൺസിനെ ബാധിക്കും, മസിൽസിനെ ബാധിക്കും. അപ്പൊ നമ്മൾ മഗ്നീഷ്യം ഏറ്റവും റിച്ച് ആയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മഗ്നീഷ്യം കൂടുമോ? ഇല്ല. കാരണം ശരീരത്തിനും കൂടെ അബ്സോർബ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഒരു സാധനം കഴിച്ചു എന്നുള്ളതുകൊണ്ട് ശരീരത്തിന് നല്ലതാണെന്ന് വെച്ചിരിക്കരുത്. ശരീരം അത് അബ്സോർബ് ചെയ്തോ, കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, അത് ദഹിപ്പിച്ചിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. നമുക്ക് നല്ല അസിഡിറ്റി ഉള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക, ഭയങ്കരമായ അസിഡിറ്റി, കാൽഷ്യം, മഗ്നീഷ്യം, യെസ് ഡെഫിനറ്റ്ലി, യെസ് കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ ഉണ്ടെങ്കിലാണ് വൈറ്റമിൻ ഡി അബ്സോർബ്, യെസ് ഡെഫിനറ്റ്ലി. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യണമെങ്കിൽ കാൽഷ്യം മാത്രമല്ല, ഒരുപാട് വേറെയും കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ബാലൻസ്ഡ് ആയിരുന്നില്ല. കാൽഷ്യം നമ്മൾ ബ്ലഡിൽ നോക്കുമ്പോൾ നോർമൽ ആയിരിക്കാം, പക്ഷെ നമ്മൾ ആവശ്യത്തിന് അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ മാത്രമേ ഉള്ളൂ. അതിന് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ ശരീരത്തിന് പറ്റാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ കാൽഷ്യം കുറവുണ്ട്, സിങ്ക്, കാൽഷ്യം എന്നുള്ളതൊക്കെ നമുക്ക് ചിലപ്പോൾ ബ്ലഡിൽ നോക്കുമ്പോൾ നോർമൽ ആയിരിക്കും. പക്ഷെ എന്നാലും ഇന്ന് ഡോക്ടേഴ്സ് എന്താ പറയാറുള്ളത്, കഴിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശരീരം അത് യൂസ് ചെയ്യുന്ന രീതികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം. അങ്ങനെ അതിന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ,
നമ്മളിത് എന്തൊക്കെയാണ്, അത് ഞാൻ ജസ്റ്റ് അതിന്റെ മെഡിക്കൽ ഏരിയയിലേക്കൊന്നും ഞാൻ കംപ്ലീറ്റ്ലി പോകുന്നില്ല. അപ്പൊ നമുക്ക് അത് കൂടുതലായിട്ട് ഞാൻ പറയും, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. വൈറ്റമിൻ ഡി എന്താണ്, അത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്, നമ്മൾ ഫിസിക്കലി അതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ള കാര്യങ്ങളാണ്. കാരണം ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന ആളുകളിൽ ഏകദേശം 80% ആളുകളിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. നമ്മൾ ചെക്ക് ചെയ്യുന്ന പേഷ്യൻസ് വരുന്ന പല കേസുകളിലും നമ്മൾ 80%ഓളം ആളുടെ എന്താണ് വൈറ്റമിൻ ഡി നെഗറ്റീവ് കുറവായിരിക്കും. അതുപോലെ തന്നെ മഗ്നീഷ്യം ഇൻസഫിഷ്യൻസി ഇന്ന് നന്നായിട്ട് കാണുന്നുണ്ട്. മഗ്നീഷ്യം ഇൻസഫിഷ്യൻസീസ് കാണുന്നുണ്ട്. അതുപോലെ കാൽഷ്യം സഫിഷ്യൻ്റ് ആയിട്ട് കാണുന്നില്ല. കാൽഷ്യം വരെ ഇൻസഫിഷ്യൻ്റ് ആണ്. ഒരു 40+ ഉള്ള ആളുകൾക്കൊക്കെ കാൽഷ്യം ഇൻസഫിഷ്യൻ്റ് ആണെന്ന്. പക്ഷേ ബ്ലഡിൽ നോക്കുന്ന സമയത്ത് നോർമൽ ആയിരിക്കാം. പക്ഷേ അവർക്ക് കാൽഷ്യത്തിൻ്റെ ഒരുപാട് ഒരു ഹൈപ്പോ കാൽസ്യമീമിക് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും അവർക്കുണ്ടാവും. ബോണിൽ പല പ്രശ്നങ്ങളുണ്ടാവും, വേദനകൾ. പ്രത്യേകിച്ച് ഏറ്റവും ബേസിക്കലായിട്ട് നമുക്ക് ഈ ശരീരത്തിൻ്റെ എല്ലാ ക്വാളിറ്റി ഇല്ലായ്മകളും വരുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ, ഡയബറ്റീസ്, അതുപോലത്തുള്ള രോഗങ്ങൾ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ബോധ്യം വരേണ്ടത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ, പല രീതിയിലുള്ള ഭക്ഷണങ്ങളുണ്ട്. പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടതുണ്ട്. നമ്മൾ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഒരു കുറച്ച് തരം ഭക്ഷണങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നീട്. അപ്പോൾ ഇതിൽ മെഡിക്കേഷൻസ് എന്ന് പറയുന്നതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സപ്ലിമെന്റ്സ് നമുക്ക് ആവശ്യം വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സപ്ലിമെന്റ്സിനെ നമ്മൾ എതിർക്കുന്ന ആളുണ്ടാവും. നമ്മൾ ചിലപ്പോൾ അത് ഇംഗ്ലീഷ് മരുന്ന് ആയതുകൊണ്ട് കഴിക്കില്ല എന്ന് പറയുന്നവരുണ്ടാവും. അതിൽ ഇംഗ്ലീഷ് മരുന്നും മലയാളം മരുന്നൊന്നുമില്ല. നമുക്ക് ഏത് മെഡിസിൻ ആണോ നമുക്ക് വേണ്ടത്, എന്തിൻ്റെ ഡെഫിഷ്യൻ്റ് ആണോ നമ്മളുള്ളത്, ആ ഡെഫിഷ്യൻസി നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ വേണം. സോഡിയം കുറവ് വരുന്നത് എന്തുകൊണ്ടാണ്? സോഡിയം കുറവ് എത്ര അളവിലേക്ക് കുറയുന്നുണ്ട് എന്നുള്ളതനുസരിച്ചാണ്. വളരെ അളവിലേക്ക് താഴോട്ട് അളവിലേക്ക് കുറയുന്നുണ്ടെങ്കിൽ കിഡ്നി റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രശ്നമാണ്. നോർമലി ചെറിയ അളവിൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ലിവർ ഓറിയന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ മതി. നല്ല അളവിൽ താഴോട്ട് പോകുന്നുണ്ട്, ഇത് കിഡ്നി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ്. നല്ല അളവിലോട്ട് നമുക്ക് കുറയുന്നുണ്ട്. പിന്നെ എന്താണ് ഇത്, നമ്മൾ ഭക്ഷണത്തിന്റെ രീതികൾ നോക്കണം, നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ആ വിഷയമായി ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ. മെഡിക്കേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല കേട്ടോ. നമ്മൾ ശരിക്ക് നമ്മുടെ നമ്മൾ ഭക്ഷണത്തിലായിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന മരുന്നുകളിലായിക്കോട്ടെ, സെഡേറ്റ് ചെയ്യുന്ന പല സാധനങ്ങളും സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ സപ്ലിമെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ മഗ്നീഷ്യം ആവശ്യമുള്ളവർ മഗ്നീഷ്യം കഴിക്കണം. അപ്പോൾ ഇതൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് എനിക്ക് ഉറക്കമില്ല, എന്നാൽ പിന്നെ മഗ്നീഷ്യം കഴിച്ചേക്കാം എന്നുള്ള രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ പറയുന്ന ഒന്നും ആ രീതിയിലല്ല. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾസ്, ജെലാറ്റിൻ ക്യാപ്സ്യൂൾസ് ഒക്കെ, ഒമേഗ ഫാറ്റി ആസിഡ്സിന്റെ നമ്മൾ മീൻ ഗുളിക എന്ന് പറയുന്നത്. അതിലും ഈ പറയുന്ന മിക്സ്ഡ് ഓയിൽസ് വരുന്നുണ്ട്. അത് മിക്സ്ഡ് ഓയിൽസ് വരുന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. അത് ഒറിജിനൽ ആണോ, ബ്രാൻഡഡ് ആണോ, അതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കണം. കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം അത് കഴിച്ചിട്ട് കൊളസ്ട്രോൾ കൂടുന്ന ആളുകളുണ്ട്. HDL-ലും LDL-ലും നല്ല വ്യത്യാസം വരുന്നുണ്ട്. നല്ല ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്, നല്ല ശരീരത്തിന് ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്, ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്. HDL ഉണ്ട്, LDL ഉണ്ട്. അപ്പോൾ ഇതിൽ വേരിയേഷൻസ് വരും നമ്മൾ ചില ഈ ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾസ് കഴിക്കുമ്പോൾ. അതും ഒരു കണക്കില്ലാണ്ട് എല്ലാ ദിവസവും പോയിട്ട് കഴിക്കാനും പാടില്ല. ഒരു മാസം ആദ്യം കഴിച്ചു നോക്കുക. ഒരു 10 ദിവസം 15 ദിവസം കഴിച്ച് നോക്കിയിട്ട് നമ്മൾ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വേരിയേഷൻസ് ഒന്നും വരുന്നില്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യാം. കാരണം അതിൽ ഓയിൽ മിക്സിങ് വരുന്നുണ്ട്, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചില ആളുകൾ കഴിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു സാധനം നല്ലതാണ് എന്നുള്ളതുകൊണ്ട് അത് കംപ്ലീറ്റ് കഴിക്കാനും നിൽക്കരുത്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. ഒരു ഡോക്ടറിന്റെ ഒരു കൺസൾട്ടേഷനിലൂടെ മാത്രമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സപ്ലിമെന്റ്സ് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്. അതിൻ്റെ ഒരു അസസ്മെന്റുകളൊക്കെ അവരുടെ അടുത്തുണ്ടാവും. ആ അസസ്മെന്റിലൂടെ ഒക്കെ പോയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് തരം സപ്ലിമെന്റ് ആണ് വേണ്ടി വരിക എന്നാലോചിക്കണം. അത് മനസ്സിലാക്കണം. എന്നിട്ട് പഠിച്ചതിന് ശേഷം അത് കഴിക്കണം. അപ്പോൾ സപ്ലിമെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാച്ചുറലി നമ്മുടെ ശരീരത്തിന് ഒരു ഫാറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് മാത്രമാണ് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും രീതിയിൽ ഒരു ഫാറ്റ് നമ്മൾ ഡെയിലി കഴിക്കാം. അത് ഏത് ഫാറ്റും ആവാം. ഒന്നുകിൽ നല്ല നെയ്യ്, ഒരു ടീസ്പൂൺ നെയ്യ് ഡെയിലി കഴിക്കുക. ഇല്ലെങ്കിൽ വിർജിൻ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ. ഈ 2 കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല ഫാറ്റ്, ഗുഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊളസ്ട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ ശരീരത്തിൽ കൃത്യമായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, എല്ലാം ബാലൻസ് ചെയ്യുന്നത് കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോളിൽ നിന്നാണ് ഈ ഹോർമോൺസ്, എൻസൈംസ് എല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതിനാണ് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉള്ളത്. അപ്പൊ നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ഹോർമോൺസും ഈ എൻസൈംസും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ, നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ആവുകയുള്ളൂ. അപ്പോഴേ നമ്മൾ അലേർട്ട് ആവുകയുള്ളൂ. അപ്പൊ ഇത് ഫിസിക്കൽ സ്പേസിലോട്ട് നമുക്ക് ഇതിലൊക്കെ കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. അപ്പൊ നല്ല ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഈ ബോളിവുഡിലൊക്കെ പല ആളുകളും പറയാറുണ്ട്, അവരുടെ ഡെയിലി റൂട്ടീനിൽ നെയ്യ് അവർ ഡെയിലി കഴിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്കിൻ ക്ലിയർ ചെയ്യാൻ നെയ്യ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഗ്ലോ ചെയ്യിപ്പിക്കാൻ നെയ്യ്, നല്ല നല്ല നെയ്യ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഈ മിൽമേൻ്റെ ഇതിനൊക്കെ നെയ്യാണ് നമ്മൾ വീട്ടിൽ മേടിക്കുക. പക്ഷേ കുറച്ചും കൂടെ എന്താ പറയാ, ഒരു ചീസ് ബട്ടർ ഒക്കെ പറ്റും, ഗുഡാണ്. ചീസ് ഒരളവിൽ കൂടാം. ചീസിനും ബട്ടറിനും എന്താ വെച്ചാൽ ലിമിറ്റ് ഉണ്ട്. ഓക്കെ, കാരണം അത് ഓരോ ആളുകളുടെ ഡിഫറൻസ് ആണ്. നെയ്യ് ഡയറക്റ്റ് ആയിട്ട് കഴിക്കണം, നെയ്യ് ഡയറക്റ്റ് ആയിട്ടാണ് കഴിക്കേണ്ടത്. നെയ്യ് ഒരു ചൂടാക്കിയിട്ടല്ല കഴിക്കേണ്ടത്, ചൂടാക്കിയിട്ട് കഴിക്കരുത് നെയ്യിനെ. നെയ്യ് ഒരു ടീസ്പൂൺ കഴിച്ചിട്ട് വായിലേക്കാണ് ജസ്റ്റ് അതിന്റെ മേലെ വെള്ളം എന്തെങ്കിലും കുടിക്കുക ചെയ്യുക. ടീസ്പൂൺ ആണ്, ഒരിക്കലും ടേബിൾ സ്പൂൺ അല്ല. ടീസ്പൂണിന്റെ ചെറിയൊരു അളവിലുള്ള നെയ്യാണ് ഒരു ദിവസം കഴിച്ചാൽ മതി. ആദ്യമായിട്ട് കഴിക്കുന്ന ആൾ അത്രയും കഴിക്കരുത്, അതിന് ചെറിയൊരു അളവിൽ കഴിക്കുക. കഴിച്ച് ശീലമായതിനു ശേഷം ഒരു ടീസ്പൂണിന്റെ അളവിലോട്ട് കൊണ്ടുവരാം. ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു നെയ്യ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം. പക്ഷെ നമുക്ക് A2 ghee ഒക്കെ പോലുള്ള അത്യാവശ്യം നല്ല പാലിനെ കൊണ്ട് ഉണ്ടാക്കിയ നെയ്യ് ഉണ്ടെങ്കിൽ, വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കുക, അല്ലാത്തവർ അത് ഉണ്ടാക്കിയതായിട്ട് നമുക്ക് എന്താണ് ആമസോണിലൊക്കെ കിട്ടും, A2 ghee നെയ്യൊക്കെ ആയിട്ടുള്ള നമുക്ക് കിട്ടും, അത് കഴിക്കാം. അപ്പൊ അങ്ങനെയുള്ള നെയ്യ് ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഡെയിലി നമ്മൾ എണീക്കുക, നമ്മളൊന്ന് ഫ്രഷപ്പായി നമ്മൾ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു ടീസ്പൂണിൻ്റെ ചെറിയൊരു അളവിൽ ഒരു നെയ്യ് കഴിക്കാം. ഇല്ലെങ്കിൽ നെയ്യ് വെച്ച് അത് A2 ghee എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിൽ ചെക്ക് ചെയ്താൽ കിട്ടും. A2 ghee അതാണ് പൊതുവെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലും നമുക്ക് നാട്ടിൻ പുറത്തുള്ള ആളുകൾക്ക് ചില വീടുകളിലൊക്കെ ഉണ്ടാക്കും. സാധാരണ പശുമ്പാൽ കൊണ്ട്, നാട്ടിൻ പാലിനെ കൊണ്ട് തന്നെ നമുക്ക് നാടുകളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെയും കിട്ടാം കേട്ടോ. അത് നല്ല സാധനമാണ്. അപ്പൊ ഇത് ചെയ്യുന്ന എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്? ഫാറ്റ് വളരെ, ബ്രെയിനിന്റെ 65% ഓഫ് ഫാറ്റ് ആണ്. ബ്രെയിനിന്റെ കൃത്യമായ പ്രോഗ്രഷന്, നല്ല എന്താണ് ഡെവലപ്മെന്റ്സ്, മെറ്റബോളിസത്തിലൊക്കെ ഫാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസിന് ഒരു ലിമിറ്റഡ് ഒരു ഗുഡ് കൊളസ്ട്രോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കണം. ആ ഗുഡ് കൊളസ്ട്രോളിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഇതുപോലത്തെ നെയ്യ് അല്ലെങ്കിൽ വിർജിൻ കോക്കനട്ട് ഓയിലുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വിർജിൻ കോക്കനട്ട് ഓയിലൊക്കെ നമുക്ക് ശരിക്ക് ഇന്ന് ഇന്ത്യനേക്കാളും കൺസ്യൂം ചെയ്യുന്നത് പുറത്തുള്ള ആളുകളാണ്. കാരണം ഇത്രയും കാലം നമ്മുടെ കയ്യിലുണ്ടായിട്ടും നമുക്ക് എണ്ണ എന്ന് പറയുമ്പോഴേക്കിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാത്ത സാധനമാണ് പാം ഓയിലും സൺഫ്ലവർ ഓയിലും. ഇത് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ പുറമേ നിന്നുള്ള ഭക്ഷണങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് എന്ത് ഭക്ഷണം കഴിക്കുന്നതിലും എന്ത് സാധനം ഡീപ് ഫ്രൈ ചെയ്യുന്നതിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഒരു ഓയിൽ ഒരു തവണ നമുക്ക് ചൂടാക്കാൻ പാടുള്ളൂ, രണ്ടാമത്തേതിലൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല. അത് വെളിച്ചെണ്ണ ആയാലും ചൂടാക്കിയ ഓയിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയാൽ 2 ടൈംസ്, അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് യൂസ് ചെയ്യാൻ പാടില്ല. അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ അതിന്റെ ഫാറ്റ് കണ്ടന്റ് കുറയും. അതിൽ ഫാറ്റ് ഇല്ലെങ്കിൽ പിന്നെ അത് കൺസ്യൂം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ബാഡ് കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടാകുന്ന ഫുഡ് ഏതാണ്? ബാഡ് കൊളസ്ട്രോൾ കൂട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഈ റിഫൈൻഡ് ഓയിലുകൾ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഷുഗർ, നമ്മൾ നോർമൽ പഞ്ചസാര, അത് നന്നായിട്ടുള്ള ഫുഡുകൾ, അതുപോലെ തന്നെ മസാല പാക്ക്ഡ് ഫുഡുകൾ, നമ്മൾ നൂഡിൽസുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ കൊളസ്ട്രോൾ. കാരണം ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം ഡയറക്റ്റ്ലി അല്ല നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നമുക്ക് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ഒന്നും നമ്മൾ ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യുന്ന സാധനം ഈ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ, ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളും. അത് പാക്ക്ഡ് ഫുഡുകൾ, ഒരു ഹെവി കാർബോഹൈഡ്രേറ്റുകൾ, നല്ല ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ, അതുപോലെ തന്നെ ഈ ഓയിൽ, റിഫൈൻഡ് ഓയിൽ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഇതിലൊക്കെ പൊരിച്ച് കഴിക്കുന്ന സാധനങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ സത്യത്തിൽ ഇത് എത്തുന്നത് ഈ ഗ്ലൂക്കോസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഓവർലോഡ് ആവുകയാണ്. ഈ ഓവർലോഡ് ആവുന്ന ഗ്ലൂക്കോസിനെ പിന്നെ എന്തെയും ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആക്കും. ഈ കൺവേർട്ട് ചെയ്യുന്ന ഫാറ്റാണ് നമ്മുടെ പ്രശ്നക്കാരൻ. അതാണ് നമുക്ക് ട്രൈഗ്ലിസറൈഡ്സ് കൂട്ടുന്നത്, അതാണ് നമ്മുടെ കൊളസ്ട്രോൾ കൂട്ടുന്നത്, അതാണ് നമ്മളുടെ LDL കൂട്ടുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യണ ഈ 2 കാര്യം നിർബന്ധമാണ്. മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരീരത്തിൽ മൂവ്മെന്റ് ഉണ്ടായാൽ മാത്രമേ ഇത് ഒരു പരിധിയിൽ കൂടുതൽ ഇത് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുള്ളൂ, ബേൺ ചെയ്യുള്ളൂ. മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസോ കാര്യങ്ങളോ അതിൽ ഒരു തരത്തിലും തർക്കമില്ല. LDL കൂടുതലുണ്ട്, അതല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ കൊളസ്ട്രോൾ കൂടുതലുണ്ടോ, എക്സസൈസ് ഒരു കാരണവശാലും മാറ്റി വെക്കാൻ പറ്റില്ല. അത് നിർബന്ധമാണ്. നടക്കെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു 1 hour നടക്കെങ്കിലും വേണം.
രണ്ടാമത്തെ കാര്യം, റിഫൈൻഡ് ഓയിലുകൾ തൊടാൻ പാടില്ല. സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ പോലുള്ള ഒരു ഓയിലും ഒന്നും, ആകെ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഒലീവ് ഓയിൽ. ഇത് രണ്ടും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം അതാണ്, കഴിക്കുന്ന ഭക്ഷണങ്ങൾ സമയത്തിന് കഴിച്ചിരിക്കണം. സമയം ഓറിയന്റ് ചെയ്ത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് കൃത്യമായ ടൈം സെറ്റ് ചെയ്തിരിക്കണം. മോർണിംഗ് വാക്ക് മസ്റ്റ്. മോർണിംഗ് വാക്ക് കൊളസ്ട്രോളിന്റെ ബേസ് ചെയ്ത് മോർണിംഗ് വാക്ക് അല്ലെങ്കിലേ മസ്റ്റാണ്. ഈ പ്രശ്നം ഉണ്ടെങ്കിൽ, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നടത്തം ഒരു രക്ഷയില്ല. യെസ്, തവിട് എണ്ണൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട രണ്ട് ഓയിൽ എന്ന് പറയുന്നത്, ഒരു ഓയിലായിട്ട് തന്നെ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ശരിക്കും വെളിച്ചെണ്ണയാണ്. ഏറ്റവും ഫസ്റ്റ് ലെവൽ ക്വാളിറ്റിയിൽ നമ്മൾ ഫാറ്റ് ആയിട്ട് ഹൈ റിച്ച് ഫാറ്റിൽ നമുക്ക് വേണ്ടത് ശരിക്കും വിർജിൻ കോക്കനട്ട് ഓയിലും നമ്മൾ നോർമൽ കുക്കിംഗ് ഓയിലാണെങ്കിലും കോക്കനട്ട് ഓയിൽ. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ലെവൽ. ബാക്കിയെല്ലാം അതിൻ്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ബ്രെയിൻ കോൺഷ്യസ് ആയിട്ടിരിക്കുക, ഭയങ്കര അവെയർ ആയിട്ടിരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് വേണം. പക്ഷെ ആ ഫാറ്റ് നമ്മൾ ഈ പറയുന്ന ഡയറക്റ്റ് ഫാറ്റുകളാണ് നമുക്ക് വേണ്ടത്, അനിമൽ ഫാറ്റുകൾ. ഇതൊക്കെ നമുക്ക് അനിമൽ ഫാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് കഴിച്ചിരിക്കണം. നോൺ വെജ് കഴിക്കുന്ന ആളുകൾ അനിമൽസ്, നമ്മൾ നോർമൽ എന്തൊക്കെയാണോ റെഡ് മീറ്റുകളും അതുപോലെ തന്നെ ഫിഷും എല്ലാം കഴിച്ചിരിക്കണം. അനിമൽ ഫാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും നല്ല ഫ്രൈ അടിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ അതിനെ ചൂടാക്കി ഇല്ലാണ്ടാക്കരുത്. എയർ ഫ്രൈ ആയിക്കോട്ടെ, ഡീപ് ഫ്രൈ ആയിക്കോട്ടെ, കഴിയുന്നതും മസാലയ്ക്കാക്കി ചെറിയ മസാലകളിൽ കഴിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നോൺ വെജ് നല്ല രീതിയിൽ ഫാറ്റ് ഉള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മട്ടൺ ആയിക്കോട്ടെ, എല്ലാ സാധനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മളതിനെ കൂടുതൽ ഫ്രൈഡ് ആക്കിയിട്ട് ഒരുപാട് നേരം ഓയിലിൽ പൊരിച്ചിട്ട് അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്ത് ഓവർ ഹീറ്റഡ് ആക്കിയിട്ട് ആ സാധനത്തിനെ കഴിക്കാണ്ടിരിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് ക്വാളിറ്റി നമുക്ക് അതിന് ഇമ്പോർട്ടൻറ്റ് പല ക്വാളിറ്റീസും നമുക്ക് ഇല്ലാതാവും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അതിന് വേറെ ഏതെങ്കിലും നമുക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഞാൻ തീരെ കഴിക്കേണ്ടെന്നല്ല പറഞ്ഞത്, അത് മാത്രം കഴിക്കുന്ന രീതിയാണെങ്കിൽ മാറ്റണം. അതിക്കിടയ്ക്ക് നോർമലായിട്ട് ഇങ്ങനത്തെ രീതിയിലുള്ള നോർമൽ മസാലകൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ അനിമൽ ഫാറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ കോക്കനട്ട് മിൽക്കിൽ നിന്ന് എടുക്കുന്ന ഓയിൽ ആണ് ബെറ്റർ ദാൻ കോക്കനട്ട് ഓയിൽ. നമ്മൾ സാധാരണ ആട്ടുന്ന വെളിച്ചെണ്ണ, നമ്മൾ സാധാരണ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് നമ്മൾ സാധാരണ. പിന്നെ നമുക്ക് ഈ രീതിയിലും തേങ്ങാപ്പാലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയും, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ രണ്ടും നല്ല തന്നെയാണ്. ശരിക്കും വിർജിൻ ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ ആട്ടിയെടുക്കുന്ന സമയത്ത് തേങ്ങയുടെ ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള തേങ്ങ ആയിരിക്കണം. പ്രത്യേകിച്ച് സ്മെല്ലോ അല്ലെങ്കിൽ ഒരുപാട് ഇതായിട്ടുള്ള തേങ്ങ ആവാൻ പാടില്ല. അതിന് എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ പ്രിസർവ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ആട്ടിയെടുക്കുന്ന ഫസ്റ്റ് ഭാഗത്തെ വെളിച്ചെണ്ണയാണ് നമ്മൾ ഈ വിർജിൻ ഓയിൽ എന്ന് പറയുന്നത്. വിർജിൻ ഓയിൽ നമ്മൾ ചിലപ്പോൾ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അത് വളരെ ചെറിയ അളവിൽ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ കഴിക്കുന്ന, ചോറൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ലേശം അതിൻ്റെ മേലോട്ടൊന്ന് ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കോക്കനട്ട് ഓയിൽ നമ്മൾ സാധാരണ കുക്കിംഗ് ഓയിലായിട്ട് പിന്നെ ബാക്കി നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അതുപോലെ കുക്കിങ്ങിന് ബട്ടർ യൂസ് ചെയ്യാം, നെയ്യ് യൂസ് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ നെയ്യും ബട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു സാധനം നിർബന്ധമായിട്ട് മാറ്റിയിരിക്കണം. നെയ്യും ബട്ടറും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സാധനം ഒരു കാരണവശാലും നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവാൻ പാടില്ല. പഞ്ചസാര, മധുരം ഒരു കാരണവശാലും നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവാൻ പാടില്ല. എന്നാൽ മാത്രമേ ഫാറ്റിൻ്റെ അളവ് കൂട്ടാൻ പാടുള്ളൂ. മധുരം ഒരുപാട് കഴിക്കുകയും ഫാറ്റിൻ്റെ അളവ് കൂടുകയും ചെയ്യുമ്പോൾ ബോഡിയിൽ ഓവർ കൺസംഷൻസ് വരും, എല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വെക്കും, അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫാറ്റ് കൂടുതൽ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ പിന്നെ പഞ്ചസാര അതുപോലത്തെ മധുരമുള്ള സാധനങ്ങൾ തൊടുകയും ചെയ്യരുത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ചോക്ലേറ്റ്സ് കഴിക്കാൻ പാടില്ല, കേക്ക് കഴിക്കാൻ പാടില്ല, ബേക്കറി കഴിക്കാൻ പാടില്ല, ബിസ്ക്കറ്റ് കഴിക്കാൻ പാടില്ല, ഈ പരിപാടികളൊന്നും പാടില്ല. ഫാറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ കുറേ ഡീറ്റെയിലുകൾ പോകണം. നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പിംഗ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ലീപ്പ്, ന്യൂട്രീഷൻ, എക്സസൈസ്, മെഡിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അവെയർനെസ്സിന് വളരെ അത് ആവശ്യമാണ്, അലേർട്ട്നെസ്സിന് വളരെ ആവശ്യമാണ്. എത്രത്തോളം അലേർട്ട് ആയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണേ നമ്മുടെ ശരീരം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ്, യെസ്, ഗുഡ്. ഡാർക്ക് ചോക്ലേറ്റ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമുക്ക് ഫുഡിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ്. ശരിക്കും നമ്മൾ ഫുഡ് എന്ന് പറയുന്നതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഫുഡുകൾ നമുക്ക് കഴിക്കണം. അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നമുക്ക് ഈ പറയുന്ന ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും ഗുഡ് എക്സാമ്പിൾ ആണ് ശരിക്കും ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കഴിക്കാനായിരിക്കും വലിയ താല്പര്യമില്ല. നമുക്കൊക്കെ ഡയറി മിൽക്ക് ഇതൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. കാരണം അതിലാണ് മധുരം ഉണ്ടാവുള്ളൂ, പഞ്ചസാര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഫുഡ് ഈസ് മെഡിസിൻ, യെസ്, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ ഫുഡ് ഈസ് വെൽത്ത്, വെൽത്ത് ഈസ് എന്താ പറയുക, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രവൃത്തിയിൽ അത് വരണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം എന്താണെന്നറിയോ, വിസ്ഡം ഉണ്ടായിരിക്കണം. നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാന്നുള്ള വിസ്ഡം നമുക്ക് ഉണ്ടായിരിക്കണം. ഇതില്ലാത്തടത്തോളം കാലം നമുക്ക് ഇവിടുത്തെ കോട്ട് നമുക്ക് പറയാം, നമുക്ക് ഒരുപാട് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സംസാരിക്കാം.
പക്ഷേ നമ്മളൊക്കെ എത്രത്തോളം നമ്മുടെ ശരീരത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ എത്രത്തോളം നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്? വണ്ണം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നല്ല ട്ടോ. നിങ്ങൾ ബേസിക്കലി ഇതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ബോഡി എപ്പോഴും എനർജറ്റിക് ആയിട്ട് വെക്കുന്നുണ്ടോ? ഇത്രേ ഉള്ളൂ ചോദ്യം. ഇപ്പൊ വണ്ണം എന്ന് പറയുന്ന ഒരാളുടെ ചിലപ്പോൾ ശരീരത്തിന് ചിലപ്പോൾ ഹൈപ്പോതൈറോയിഡ്സ് ഉണ്ടാവും. അപ്പൊ അയാളുടെ ശരീരം കുറച്ച് വണ്ണമൊക്കെ ഉണ്ടാവും. അത് മൈൻഡ് ചെയ്യണ്ട. അതിനർത്ഥം അയാൾ ഹെൽത്തി അല്ല, അൺഹെൽത്തി ആണെന്നുള്ളതല്ല. ഒരാൾ വണ്ണം ഇല്ലെങ്കിൽ അയാൾ ഹെൽത്തി ആണോ? അപ്പൊ അങ്ങനെ വണ്ണത്തിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഹെൽത്തിയോ അൺഹെൽത്തി നോക്കണ്ട. നമ്മൾ നമ്മുടെ ഹെൽത്തിനെ നമ്മൾ പെർസീവ് ചെയ്യുന്ന വിസ്ഡം എന്താണ്? ഞാൻ എൻ്റെ ഹെൽത്തിനെ ബേസ് ചെയ്തുള്ള പെർസീവ് ചെയ്യുന്ന വിസ്ഡം പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ അലേർട്ട് ആയിരിക്കും. ഞാൻ അലേർട്ട് ആണെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഇനഫ്. അത് ഞാൻ ഹെൽത്തി ആണ്. അല്ലാണ്ട് ഹെൽത്തി എന്ന് പറയുന്നതിന് ഒരു SOP ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ പോയാൽ മാത്രമേ ഒരു മനുഷ്യന് ഹെൽത്തി ആവുള്ളൂ. അങ്ങനെയല്ല. ആ സിസ്റ്റം ഒക്കെ നമുക്ക് ബ്രേക്ക് ആവും. അതൊക്കെ കുറച്ചു കാലം ബ്രേക്ക് മുമ്പ് കുറച്ചുകൂടി കഴിയുന്നതോടെ അതൊക്കെ ബ്രേക്ക് ആയി പോകും. ഹെൽത്തിന്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. WHO അത് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കൊളസ്ട്രോൾ, ഫാറ്റ്, ഇതിനെ ബേസ് ചെയ്തുള്ള കുറേ സാധനങ്ങൾ, കാർബോഹൈഡ്രേറ്റ്, ഇതൊക്കെ ബേസ് ചെയ്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറാനുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹെൽത്ത്, നമ്മൾ ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ലാക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് ശരിക്കും ഫിസിക്കൽ സ്പേസ് എന്ന് പറയുന്നത്. അത് ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം നമ്മൾ അതിന് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് നമുക്ക് നടക്കാനെങ്കിൽ നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇതുവരെ നടത്താൻ തുടങ്ങാത്ത ഒരാൾ വെറുതെ നാളെ മുതൽ നടക്കുമെന്ന് തീരുമാനിച്ചിട്ട് എത്ര പേർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതുവരെ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ, അവർക്ക് ആ ചലഞ്ച് ഇല്ല. ഇതുവരെ രാവിലെ മോർണിംഗ് ടൈം നടക്കാൻ യൂസ് ചെയ്യാത്ത ഒരാൾ, അല്ലെങ്കിൽ ഒരു എക്സസൈസിന് യൂസ് ചെയ്യാത്ത ഒരാൾ നാളെ മുതൽ ഞാൻ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ട് എത്ര പേർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ അലേർട്ട്നെസ് മോഡിലാണ്. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അലേർട്ട് അല്ല, ഇൻസ്പയർഡ് അല്ല. നമ്മൾ എത്ര കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്? തീരുമാനിക്കാൻ നമുക്ക് യാതൊരു പ്രശ്നമല്ല, പക്ഷെ അത് ഇത്ര പേർക്ക് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമ്മൾ അലേർട്ട് ആവുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി നമുക്ക് തീർച്ചയായിട്ടും വേറെ ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഫൈൻ, താങ്ക് യു. യൂനസ് ജി, ഹലോ. യൂനസ് ജി, ഇത് ഡോക്ടർ വേണുഗോപാൽ, അമേരിക്കയിൽ നിന്ന്. ആ യെസ്, കേൾക്കാം, കാണാം. നിങ്ങൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ശരിയാണ്. വിസ്ഡം എന്ന് പറയുന്ന അതിനെക്കുറിച്ച് തന്നെ, അതായത് എല്ലാവർക്കും എല്ലാ കൊട്ടേഷനും അറിയാം. ഹെൽത്ത് ഇസ് വെൽത്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാം അറിഞ്ഞൂടാത്തൊന്നും ഇല്ല, എല്ലാം അറിയാം. പക്ഷെ ഒന്നും തന്നെ ലൈഫിൽ അപ്ലൈ ചെയ്യത്തില്ല, പ്രാവർത്തികമാക്കാൻ കഴിയില്ല. ഇല്ല. ഇന്ന് തന്നെ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, വെള്ളം കുടിക്കണം എന്നുള്ളതൊക്കെ, എത്ര വെള്ളം കുടിക്കണം എന്നൊക്കെ. പക്ഷെ അവിടെ ഇതെല്ലാം കേട്ടിട്ട് നേരെ ചെന്ന് എന്താ ചെയ്യുന്നത്? വെള്ളമല്ല കുടിക്കുന്നത് മിക്കപ്പോഴും. ഒരു കൊക്കക്കോല അല്ലെങ്കിൽ പെപ്സി 4 എണ്ണം വാങ്ങിച്ചു കുടിക്കും, 1 ലിറ്റർ. അതിൽ നല്ല ഷുഗർ ഉണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു, ഷുഗർ കൂടുതലായി കഴിഞ്ഞാൽ എന്തൊക്കെ പറ്റും എന്നുള്ളത്. കഫീനും ഉണ്ട്, ആവശ്യമില്ലാതെ ചെയ്തിട്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്നുണ്ടല്ലോ, സാധാരണ പണ്ട് പറയും ഇടത്തെ ചെവി കേട്ടിട്ട് വലത്തെ ചെവി കൂടെ പോകും എന്ന് പറഞ്ഞു. ഇപ്പോഴങ്ങനെയല്ല, ഇടത്തെ ചെവി കേട്ടിട്ട് ഇടത്തെ ചെവി തന്നെ അങ്ങോട്ട് പുറത്തേട്ട് പോകും. അങ്ങോട്ട് ഈ തലച്ചോറ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ അങ്ങോട്ടേക്ക് കയറാറ് പോലും ഇല്ല കേട്ടോ. ഇനി അലേർട്ട്നെസ്സിന്റെ, ഈ മലയാളികൾ ഏറ്റവും അലേർട്ട്നെസ് വളരെ ലോ ആണെന്നുള്ളതിന് ഞാൻ 1 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഒരു എക്സാമ്പിളാണ്, ഇന്ന് വരുന്ന പല വ്യാജ വാർത്തകളും അങ്ങനെ വിഴുങ്ങുകയാണ്. ഒന്ന് അലർട്ടാണ് വെച്ചാൽ യു ആർ നോട്ട് ഗോയിങ് ടു ബിലീവ്. ഞാൻ ഇനി ഒരാളുടെ ഇത് പറയാം, ഒരു ചാനലിൽ, അങ്ങയുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അങ്ങേര് പറയുകയാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ് അത്. അമേരിക്കയിലെ H1B വിസ ട്രംപ് കാണിച്ചോടുകൂടി 3 ലക്ഷം ഇന്ത്യക്കാർ അവര് നാട്ടിലോട്ട് തിരിച്ചു വരും, അവരുടെ ജീവിതം എല്ലാം കഷ്ടമാകും. ഇതിനു വേണ്ടിയിട്ട് ഈ മോഡി എന്ത് ചെയ്യുന്നു ചോദിക്കാണ്. അപ്പോഴേ എന്തൊരു അതിന് താഴെ വ്യൂവേഴ്സ് കമന്റ്സ് ആണ്, അയ്യോ ശരിയാണ് അച്ചായ, ഈ മോഡി കാണിക്കുന്നത് ദ്രോഹമാണ്, മറ്റേതാണ് മറിച്ചതാണ്. ഇവനൊന്നും ആലോചിക്കുന്നില്ല. H1B വിസ ഇപ്പോൾ ഇവിടെ അമേരിക്കയിൽ വന്നിട്ടുള്ളവർക്ക് ആർക്കും ഒരു ജോലി നഷ്ടപ്പെടത്തില്ല. H1Bയിൽ ഇവിടെ ഇരിക്കുന്ന ഒരു കോഴിക്കുഞ്ഞിന് പോലും തിരിച്ചു പോകേണ്ടി വരത്തില്ല. പുതിയതായിട്ട് H1B വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് പ്രശ്നമുള്ളത്. പക്ഷേ ഇവിടെ ആ കൂടി ഭീതി സൃഷ്ടിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ട്? ഇവിടെ ഭീതി സൃഷ്ടിക്കുക, ഫിയർ മോങ്കറിങ് ആണ്. അതെല്ലാം മലയാളി താഴെ കമന്റ്, ഞാൻ വ്യൂവേഴ്സ് കമന്റ്സ് കണ്ടു, ഒരു 50-60 കമന്റ് ഉണ്ട്. ഒരുത്തൻ പോലും അലർട്ടല്ല. വ്യക്തിപരമായുള്ള അഭിപ്രായങ്ങൾ പറയാൻ അറിയില്ല ഇന്ന്.
അത് പഠിച്ച് അല്ലല്ല മനസ്സിലാക്കി പറയാൻ അറിയില്ല. യെസ്. അതെ ഞാൻ പറയുന്നത് അറിയാം. ഭീതി ഇന്നിപ്പോ അതെ. അവിടെയുള്ള ഭീതി ഏറ്റവും കൂടുതൽ ആരോഗ്യ ബോധവൽക്കരണം അല്ല, അവിടെ രോഗഭീതിവൽക്കരണമാണ്. ഒരു നിപ്പ വന്നു കഴിഞ്ഞു, ഒരു കിപ്പ വന്നു കഴിഞ്ഞു, ഉടനെ അങ്ങ് ന്യൂസ് പേപ്പറിലെ ഫ്രണ്ട് പേജിലിട്ട് എല്ലാവരെയും പേടിപ്പിക്കുകയാണ്. പേടിപ്പിച്ച് എന്നിട്ട് ഒരു കൊച്ചു പനി വന്നാൽ ഒന്നും ചെയ്യണ്ട. പണ്ടൊക്കെ 2 ദിവസം വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതി. മാത് നേരെ പിടിച്ച് ഓടിച്ച് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പോവും. അവരൊരു 10 ടെസ്റ്റ് ചെയ്യും, എല്ലാത്തിനും 10,000 രൂപ കയ്യിൽ നിന്ന് പോയി കിട്ടും. ഇതാണ് നടക്കുന്നത്. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓൾറെഡി കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാനൊരു മറുപടി തന്നിട്ടുണ്ടായിരുന്നു. ഇനി വേറെ എന്തെങ്കിലും ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട്? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞേക്ക് പോവാം. മെഗ്നീഷ്യം, നിങ്ങൾ പറഞ്ഞു മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിന് കിട്ടാനായിട്ട് വേറെ ഒന്നും തലകുത്തി ഒന്നും നിൽക്കണ്ട. ആഴ്ചയിൽ 2-3 ദിവസം നമ്മുടെ ചീരയില്ലേ അവിടെ നാട്ടിൽ കിട്ടും, ചീര. ചീര കഴിച്ചാൽ മതി. 2-3 ദിവസം വേണ്ടത്ര മെഗ്നീഷ്യം കിട്ടും. അയ്യോ മെഗ്നീഷ്യം എവിടെ? മെഗ്നീഷ്യത്തിന് ഗുളിക, അത് പിന്നെ അവിടെ ചെന്ന് ഇത്രയും പൈസയെല്ലാം കൊടുത്ത് കുറെ രൂപകളെല്ലാം. ഇതാണ് നമ്മുടെ മലയാളിക്ക് ആദ്യം മാറേണ്ടത്. അതായത് കുറച്ചൊരു കോമൺ സെൻസ് വന്നാൽ മതി. പഠിക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ സെൽഫിനെ നമ്മുടെ ശരീരം ഉണ്ടല്ലോ, നമുക്ക് എത്രയും ഇന്ന് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പഠിക്കാൻ ഒരുപാട് വഴികളുണ്ട്. വളരെ കൂളായിട്ട് നമുക്ക് ഇപ്പൊ ChatGPT ഉണ്ട്. നമുക്ക് ഈവൻ വോയിസ് ചാറ്റ് കൊടുത്താൽ പോലും നമ്മുടെ ശരീരം എന്താണെന്ന് മലയാളത്തിൽ ചോദിച്ചാൽ പോലും അതിന് കൃത്യമായിട്ട് മലയാളത്തിൽ ഉത്തരവുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് കേട്ട് എന്താണ് എൻ്റെ ബോഡി, എന്താ നോർമലി നമ്മൾ അസുഖമുള്ള ശരീരത്തെ പറ്റി പഠിക്കരുത്. നിങ്ങൾ ഡോക്ടേഴ്സിന്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ പാനിക് ആവും. അതൊരിക്കലും നിങ്ങൾ കാണരുത്. ഇന്ന് ഡോക്ടേഴ്സിന്റെ വീഡിയോസ് പാനിക് ആക്കുകയാണ്. ഒരിക്കലും ഞാനും അതിന് സപ്പോർട്ടല്ല. ഒരിക്കലും ഇപ്പൊ ഒരു രോഗം ലിവർ സിറോസിസ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വരുന്നതോടെ നമുക്ക് ഇല്ലാത്ത സിംറ്റംസ് അതിനായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ നോക്കും. ഏറ്റവും ബേസിക്കലി സാധാരണമായ ഒരു ശരീരം എന്താണെന്നുള്ളത് പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് പഠിക്കുക. മനസ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഓൾറെഡി, ശരീരത്തെ കുറിച്ചും കൂടെ പഠിക്കുക. അപ്പൊ കുറച്ച് ബേസിക് അറിവുകൾ കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ വാർത്തകൾ വരുമ്പോൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ള ലോജിക്കലി നമ്മുടെ ബ്രെയിന് നമ്മൾ പഠിപ്പിച്ചു തരും എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, റൈറ്റോ? യെസ്, ഫൈൻ. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. Thank you, sir. Good night.